വെൽക്കം ടു തീരഡ് പോഡ്കാസ്റ്റ് ഇഗ്നൈറ്റഡ്. അപ്പോ OG ഗ്യാങ് നമ്മുടെ എല്ലാരും ഗണേശനും ഓബിനും സുദീപും ഇന്ന് എത്തിയിട്ടുണ്ട്. ഈ ഷോ കഴിഞ്ഞ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ സീസൺ മൊത്തം കഴിഞ്ഞ് വേൾഡ് കപ്പ് കഴിഞ്ഞ് ഇപ്പം പുതിയ സീസണിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഒരുപാട് പുതിയ ഷോസ് നമ്മൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതർ സൈഡ് ന്യൂകാസിൽ ഫാൻസ്, ആർസണൽ ഫാൻസ് ഒക്കെ വന്ന് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച മോസ്റ്റ്ലി ഒരു ബാർസ ഫാൻ വരും. ട്രാൻസ്ഫർ ന്യൂസിന്റെ ലൈവ് ട്രാൻസ്ഫർ ചാറ്റ് റൂം നിങ്ങൾ കാണുന്ന പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പ്ലാൻസ് ഉണ്ട്. നെക്സ്റ്റ് സീസൺ തൊട്ട് നമ്മുടെ പരിപാടികൾ കുറച്ചും കൂടി വിപുലീകരിച്ച് വേൾഡ് കപ്പ് കവർ ചെയ്ത പോലെ പോസ്റ്റ് സീസൺ പോസ്റ്റ് മാച്ച് റിവ്യൂസും ലൈവ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ചെയ്യാൻ സമയം ഉണ്ടാക്കി നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ വരും. എന്തായാലും ഈ ആഴ്ചത്തെ പോഡ്കാസ്റ്റിനെ കുറിച്ച് ഇന്ന് ഗണേശൻ ചോദിച്ചു എന്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് നമ്മളെന്ന്. കാരണം നമ്മൾ ഈ ആഴ്ച എല്ലാം ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗണേശൻ ഇല്ലല്ലോ, അപ്പൊ ഗണേശന്റെ അഭിപ്രായമൊക്കെ അറിയേണ്ട ഇതിനെ കുറിച്ചൊക്കെ. ഞാനും ഓബിനും സുദീപൊക്കെ ശരിക്കും പ്രീ സീസൺ ഫ്രണ്ട്ലീസിന്റെ റിവ്യൂ ചെയ്തിരുന്നു. ഗണേശൻ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഗണേശ ഇറയോളനെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻസ്? നമ്മൾ എല്ലാരും കൂടി ഒരു ഷോ ചെയ്തു, ഇറയോള ടാക്ടിക്സ്. അതുമായി ചേർത്തുകൊണ്ട് പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു എന്ന് പറയാം അല്ലെ ഗണേശ? അതെ, പ്ലേയേഴ്സ് ഹാപ്പിയാണ്. അതാണ് ഈ ഒരു മാനേജറിന്റെ ഒരു പുതിയൊരു ടാക്ടിക്സിൽ കളിക്കാനായിട്ടും ഇതുവരെ ക്ലോപ്പിന് താഴെ കളിച്ചവർക്ക് അതുപോലെ തന്നെ അതിനെക്കാട്ടിലും കൂടുതൽ ഇന്റൻസിറ്റി എന്ന് വേണം പറയാൻ. ആ ഒരു ഇന്റൻസിറ്റിയിൽ ട്രെയിൻ ചെയ്യാനും അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവരും കുറെ ഓപ്പൺ ആയിട്ട് ഇൻഡിവിജ്വൽ ഇന്റർവ്യൂസിൽ പറഞ്ഞു. സോബോസലായി പറഞ്ഞു, എലിയട്ട് പറഞ്ഞു, സെമിക്കസ് പറഞ്ഞു. അങ്ങനെ കുറെ എല്ലാവരും ആ ഒരു പഴയ രീതിയിൽ ലിവർപൂൾ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ഗുഡ് ഫോർ ദ പ്ലേയേഴ്സ് ആസ് വെൽ. അപ്പോ കളി കാണുകയാണെങ്കിൽ ഒരു 2-3 സ്ഥലത്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതായത് രണ്ടുപേരും ഒപ്പം പ്രസ് ചെയ്യുക, ഒരാളുടെ പൊസിഷൻ പോവുക, അങ്ങനെ കുറെ ചെറിയ ചെറിയ മൈനർ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോ ലാസ്റ്റ് ഗെയിം കാണുമ്പോൾ മെക്കോണലും കേർട്ടിസ് ജോൺസ് രണ്ടുപേരും ചേർന്ന് ഒപ്പം പ്രസ് ചെയ്തു. രണ്ടുപേർക്കും ബോൾ കിട്ടിയില്ല. രണ്ടുപേരും അതായത് മാർക്ക് ചെയ്ത മാനും പോയി, ബോളും കിട്ടിയില്ല. അപ്പോ അങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട് വരുന്നത് ഈ മറ്റേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ചെറിയ ചെറിയ ട്രയാങ്കിൾസും അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷെ സ്ലോ പ്രോഗ്രസിങ് കാണുന്നുണ്ട്. ലൈക്ക് വെൻ ഇൻ പൊസിഷൻ കൗണ്ടറൊക്കെ വല്ലാത്ത ഒരു സ്പീഡാണ്. ഈ അക്കാഡമി പ്ലേയേഴ്സിനാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ്. അവന്മാർക്ക് ഇത് പുതിയൊരു സംഭവമാണ്. ക്ലോപ്പിന് താഴെ കുറെ പേര് ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ അവന്മാർക്ക് ഇതൊരു ന്യൂ തിങ് ആണ്. കുറെ ആൾക്കാർക്ക് ഒരുപാട് ലേൺ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ ആയിട്ട് കണ്ടത് നിയോണിയാണ്. ലൈക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കളി. ലൈക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഗെയിമിൽ. എന്താ ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അതായത് കോച്ചിന്റെ കമന്റ്സ് മൊത്തം ആ ഗ്രൗണ്ടിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ലൈക്ക് ഒരു അക്കാഡമി പ്ലെയർ ആണ് കളിക്കണമെന്ന് തോന്നിയില്ല. ഒരു ഫസ്റ്റ് ടീം പ്ലെയറിന് പോലെയാണ് തോന്നിയത്. ലൈക്ക് ആ ബോഡി ലാംഗ്വേജും മറ്റേ പാസിംഗിലെ കോൺഫിഡൻസും എത്ര 1-2 ആണ് മേടിച്ച് കളിച്ചത്. നല്ല ഗ്രൗണ്ട് കവറേജ് ഉണ്ടായിരുന്നു. ഈസ് ഓൾസോ ബൾക്ക്ഡ് അപ്പ്. അപ്പോ മിഡ്ഫീൽഡറിനെ ഞാൻ മേടിക്കേണ്ടെന്ന് പറയുന്നില്ല. കർട്ടിസ് ജോൺസ് പോകുന്ന സ്ഥിതിക്ക് ഒരു മിഡ്ഫീൽഡറിനെ മേടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ട്രെയിനിയോണി റെഡി ഫോർ ഫസ്റ്റ് ടീം ഗെയിമിന് എന്തായാലും ട്രെയിനിയോണിനെ ഉറപ്പായിട്ടും കളിപ്പിക്കണം. സുദീപിന് ഏറ്റവും സന്തോഷം തരുന്ന വിഷയമാണ്. ഇരുന്നാലും ഞാനും പറയുന്നുണ്ട് അത്. അപ്പോ ഓവറോൾ കളി വെച്ച് നോക്കുകയാണെങ്കിൽ സോ ഹാപ്പി വിത്ത് ദ ട്രെയിനിങ്. ആക്ച്വലി ട്രെയിനിങ് വീഡിയോസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ലൈക്ക് ഇത് അങ്ങനെ മോൾഡ് ചെയ്ത് തന്നെ നമുക്ക് ഗെയിമിൽ കാണാൻ പറ്റുള്ളൂ. ഇപ്പോ അക്കാഡമി പ്ലേയേഴ്സാ വെച്ച് കളിക്കുന്നത്. പിന്നെ മേ ബി ഒരു നെക്സ്റ്റ് ഒരു പ്രീ സീസൺ ഗെയിം ആകുമ്പോൾ നമ്മുടെ പഴയ ബോയ്സ് ഒക്കെ എത്തിയിട്ടുണ്ടാവും. ലൈക്ക് വേർഡ്സ്, ഹിസാക്ക്, അവരൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. അത് വെച്ചിട്ട് വേണം നമുക്ക് വിലയിരുത്താൻ.
പ്രീ സീസണിലും വിലയിരുത്താൻ പറ്റില്ല. ലൈക്ക് ഈ ഒരു ഇറയോള വേ ഫുട്ബോള് ഇവന്മാര് അഡാപ്റ്റ് ചെയ്ത് കളിക്കണം. അത് നമ്മള് ഒരു ഫസ്റ്റ് 5 ഗെയിംസിലൊക്കെ ആവും. ആ ഒരു ഇന്റൻസിറ്റിയിൽ ആരും കളിക്കില്ല. ഓപ്പണന്റ് കളിച്ചാലേ നമുക്ക് അതുപോലെ കളിക്കാൻ പറ്റുള്ളൂ പ്രീ സീസണിൽ. അപ്പൊ അവര് ഇഞ്ചറി ആവാതെ നോക്കും, നമ്മൾ ഇഞ്ചറി ആവാതെ കളിക്കും. അപ്പോ അങ്ങനെ ആ ഒരു ഗെയിമിൽ നമുക്ക് അവരെ വിലയിരുത്താൻ പറ്റില്ല. മേ ബി ഒരു സ്റ്റാർട്ടിങ് 5 ഗെയിംസ് ഇൻ ടു പ്രീമിയർ ലീഗ് ഒക്കെ നമുക്ക് ക്ലിയർ പിക്ചർ അറിയാൻ പറ്റും. അല്ല, സുദീപിന് ബിറ്റർ സ്വീറ്റ് ആണ്. സ്വീറ്റ് മാത്രമല്ല, ഒരു പുതിയ പ്ലെയർ വരുമ്പോ കേർട്ടിസിന്റെ ഇഷ്യൂ നമുക്ക് പറഞ്ഞു പോവാം. അതിന് വലിയ പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രസക്തി ഉണ്ടാക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് നിയോണി റെഡി ടു ടേക്ക് അപ്പ് ദാറ്റ് പൊസിഷൻ. ഞാൻ ഒരുപാട് ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എന്നെ എതിർക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ എനിക്ക് തോന്നുന്നത് കേർട്ടിസ് ഇത്രയും കഴിഞ്ഞ 5 വർഷം കളിച്ച ഒരു റോൾ ഉണ്ടല്ലോ സ്ക്വാഡിൽ, ആ റോള് ഇനി ന്യൂണിക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം കേർട്ടിസ് ഈ സമയം കൊണ്ട് സ്റ്റാർട്ടർ ആവണമായിരുന്നു. സ്റ്റാർട്ടർ അല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം 2 മാൻ മിഡ്ഫീൽഡ് ആയ സ്ഥിതിക്ക് കേർട്ടിസ്, സോബോസ്ലൈ, മെക്കാലിസ്റ്റർ ആൻഡ് ഗ്രാവൻബർച്ച് ഇവരെക്കാട്ടും മുകളിൽ കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവനെ കൊണ്ട് കളിപ്പിക്കുന്നതും ശരിയല്ല എന്റെ അഭിപ്രായം. കാരണം ലെറ്റ് ഹിം ഗോ ഔട്ട് ആൻഡ് മേക്ക് എ കരിയർ ഫോർ ഹിംസെൽഫ്. ഈസ് 25 years old. അപ്പോ സുദീപ്, എന്താണ് ഇഷ്യൂനെ കുറിച്ച് അറിയാത്ത ഫാൻസിനൊന്ന് ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു അഭിപ്രായം. ഇഷ്യൂ എന്താണെന്ന് ആർക്കും അറിയില്ല ശരിക്കും. വലിയ 2 മിനിറ്റ് 3 മിനിറ്റിന്റെ ക്ലിപ്പ്, ആ ക്ലിപ്പിന്റെ ഇഷ്യൂ ആണോ ചോദിച്ചത്? അതന്നെ. അതിന്റെ ഇത് പറഞ്ഞു കേൾക്കുന്നത് കേർട്ടിസിന് ആണ് ശരിക്കും ക്യാപ്റ്റൻസിന്റെ അംബാൻഡ് കൊടുക്കേണ്ടിയിരുന്നത്. സുബോസ്ലൈ അത് സിമിക്കാസിന് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ സിമിക്കാസ്, കാരണം കേർട്ടിസ് ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൗസർ ആണ്, ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് ക്ലബില്, ലിവർപൂളില് ആദ്യം മുതലുണ്ട്. സിമിക്കസിനേക്കാൾ എന്തായാലും ഡിസേർവ്ഡ് കേർട്ടിസ് ആയിരുന്നു. പക്ഷെ സുബോസ്ലൈ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്നറിയില്ല. അപ്പൊ ഇത് മാത്രമല്ല, വേറൊരു ചർച്ചയായിരുന്നു, ഇത് മാച്ചിന് മുമ്പ് ഈ ആം ബാൻഡിനെ കുറിച്ച് ഡിസ്കഷൻസ് ഒക്കെ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പോയിട്ടുണ്ടാവും. അതെങ്ങനെയുണ്ടായെന്ന് ആർക്കും അറിയില്ല. ഈ കാര്യങ്ങൾ ഉണ്ടായി. അത് കഴിഞ്ഞ് അതിന്റെ എന്തൊക്കെ സംഭവിച്ചാലും അതിന്റെ റിയാക്ഷനാണ് ചർച്ചയായത്. എന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്തത് എന്നുള്ളതാണ്. അതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക, എല്ലാവരും മൊബൈൽ വെച്ച് റീൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കിടന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന ഒരു ഫ്രസ്ട്രേഷന്റെ ഈ ഒരു ഇഷ്യൂ മാത്രമായിരിക്കില്ല. ഈ മൊത്തത്തിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടാവും. അതൊക്കെ പുറത്തേക്ക് വന്നതായിരിക്കാം. അതായത് ഈ സിസ്റ്റത്തിൽ കളിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങള്, ഈ സ്റ്റാർട്ടിങ് 11 ഉണ്ടാവാൻ പറ്റില്ല എന്നുള്ള തോന്നൽ വന്ന കാര്യങ്ങള്, ഇന്റർ മിലാനിലേക്കുള്ള മൂവ് ഏകദേശം കഴിഞ്ഞ സീസണിൽ തന്നെ വിന്ററിൽ ആയി വന്നു. അത് അന്ന് സമ്മതിച്ചില്ല. ഇപ്പോഴും അതിനടുത്ത് എത്തി നിൽക്കുമ്പോൾ ക്ലബ്ബ് അത് സമ്മതിക്കുന്നില്ല. മറ്റ് പ്ലേയേഴ്സ് ഇപ്പൊ സലയ്ക്കൊക്കെ ഫ്രീ ട്രാൻസ്ഫർ ആയിട്ട് കൊടുത്തു. പക്ഷെ യോൺസിന് അങ്ങനെ ഒരു ഇത് കൊടുത്ത് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഫുൾ ടൈമർ ആവാനും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവാം. ഉള്ളിൽ ഇത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. അതിന്റെ ഇടയിൽ ഈ ഒരു വിഷയം കൂടി ആയപ്പോൾ അത് ട്രിഗർ ആയതായിരിക്കാം. അപ്പോ ആ ഇമോഷൻസ് ഒക്കെ പുറത്തു വന്നതായിരിക്കും. ചിലപ്പോൾ ഇതോടുകൂടി അതൊക്കെ ശാന്തവും. ഒരു തവണ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തു പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാവൂലോ. എന്തായാലും കേർട്ടിസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ പോലെ വേറെ ക്ലബിലേക്ക് പോവുക തന്നെയാണ് ഏറ്റവും ഐഡിയൽ. ഞാൻ കഴിഞ്ഞ തവണയൊന്നും ഇങ്ങനെ പറയാറില്ല, പക്ഷെ ഈ സ്റ്റൈല് ആൾക്ക് പറ്റുന്നതല്ല എന്നുള്ള തോന്നല് കറക്റ്റ് ആണ്. അപ്പോ കേർട്ടിസ് ജോൺസ് പോകുന്നതാണ് കേർട്ടിസ് ജോൺസിന് നല്ലത്. ലിവർപൂളിന്റെ അതുപോലെ ന്യോനിക്കും ഒക്കെ ആ ഒരു ഇതിലേക്ക് വരാനും ഒക്കെ നല്ലത് അത് തന്നെയാണ്. ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ഒരു ഇഷ്യൂ ഇപ്പൊ ഇറയോളയ്ക്ക് വന്നു കഴിഞ്ഞപ്പോ തന്നെ ഇങ്ങനൊരു ഈഗോസിന്റെ ഒരു ഇഷ്യൂ വന്നേക്കാണ്. അതെങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതും കൂടി നമുക്ക് കണ്ടറിയണം. അതാണ് അതിൽ പറയാനുള്ളത്. ഓബിൻ, എനിക്ക് 2 ആംഗിളാണ് എനിക്ക് തോന്നിയത് ഈ ഇഷ്യൂല്. ഒന്ന്, ഇപ്പൊ സുദീപ് പറഞ്ഞൊരു ആംഗിൾ, അതായത് ക്യാപ്റ്റൻസി സോബോസ്ലായി സ്വയം തീരുമാനിച്ച് സിമിക്കാസിന് കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. അതായത് ഇറയോളയുടെ അല്ലെങ്കിൽ അവിടെ ഒരു ഡിറക്ഷൻ വന്നിട്ടുണ്ടാവും. അല്ലാണ്ട് പുള്ളി സോബോസ്ലായി തന്നെ സ്റ്റെപ്പ് ഇൻ ക്യാപ്റ്റൻ ആണ്. അപ്പൊ സോബോസ്ലായി ഒരു തീരുമാനം എടുത്തിട്ട് ഞാൻ കേർട്ടിസിന് കൊടുക്കാണ്ട് നേരെ സിമിക്കാസിന് കൊടുക്കുന്ന ഒരു ഡിസിഷൻ എനിക്ക് തോന്നുന്നില്ല പ്ലെയറിന്റെ ഇതെന്നാണ് വന്നത് എന്ന്. രണ്ടാമത്, സിമിക്കാസിന്റെ റിയാക്ഷൻ ശരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു റിയാക്ഷൻ
സിമിക്കാസിന്റെ സ്വന്തം സൈഡിൽ നിന്ന് കിട്ടണം. കാരണം ഒരു ക്രൗഡിന്റെ മുമ്പിൽ വെച്ച് ലിവർപൂൾ ആംബാൻഡ് എടുത്ത് എറിയാന്ന് പറഞ്ഞാൽ അത് വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് ഫോർ ദ ക്ലബ് ആൻഡ് ഫോർ വാട്ട് നമ്മളൊരു എന്താ പറയാ സൺഡേ ലീഗ് ക്ലബ് അല്ലല്ലോ. സ്റ്റീവൻ ജെറാർഡും വാൻഡൈക്കും അതിനു മുമ്പ് കെനി ഡാഗ്ലിഷും ഒക്കെ ഇട്ട് ഒരു വാല്യൂ ഉള്ള സാധനമല്ലേ. അത് കാണാൻ വേണ്ടിയല്ല ആൾക്കാർ ഇത്രയും വരുന്നത്. അതിനൊരു ഇത് വേണം. കേർട്ടിസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലോഡ് ഓഫ് ഫ്രസ്ട്രേഷൻ അല്ലെ. ഇപ്പൊ സുദീപ് പറഞ്ഞില്ലേ മറ്റേ പെർമനന്റ് കോൺട്രാക്ട് കിട്ടായിക, അതായത് സൊബോസിലേക്ക് കിട്ടി, ഗ്രാവൻബർച്ചിന് കിട്ടി, ലോക്കൽ ബോയ് ആയിട്ടും എനിക്ക് തന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ. അതോടൊപ്പം തന്നെ ഈ ഫോർമിൽ കളിക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ ഒരു പെക്കിംഗ് ഓർഡറിൽ താഴോട്ട് പോയി എന്നുള്ളൊരു ഇഷ്യൂ. പിന്നെ കേർട്ടിസിന്റെ ഒരു ഇഷ്യൂ പറയുകയാണെങ്കിൽ സ്ലോട്ട് വന്നപ്പോൾ ക്ലോപ്പിനെ ക്രിട്ടിസൈസ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ഇതാണ് എനിക്ക് പറ്റിയ സ്റ്റൈല്, ഇതാണ് എന്റെ ഫുട്ബോളിന് നല്ലത് എന്നൊക്കെ പബ്ലിക്ലി കോട്ട് പറഞ്ഞു. അവസാനം സ്ലോട്ടുമായി തെറ്റി എന്നൊരു ധാരണ എല്ലാവർക്കും വന്നു. അത് പാളി. പുതിയ കോച്ച് വന്നപ്പോ ഓൾറെഡി ഒരു ബിഡ് പോയിട്ടുണ്ട്. അവിടെയാണ് ഈ വിൽക്കാൻ വെച്ചത് കൊണ്ടായിരിക്കും ചിലപ്പം ക്യാപ്റ്റൻസി ബാൻഡ് കൊടുക്കാത്തെന്നുള്ളൊരു ആർഗ്യുമെന്റ്. ഹൗ ഡു യു സം അപ്പ് ഈ എല്ലാ ആർഗ്യുമെന്റും കൂടി കേർട്ടിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാട്ട് യു തിങ്ക്? ഫ്രസ്ട്രേഷൻ ആണ്, ബട്ട് അഗൈൻ ഇത് എന്റെ ആംഗിൾ മാത്രമാണ്. സുദീപ് പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾക്ക് എതിരഭിപ്രായമുണ്ട്. ഒന്ന്, കേർട്ടിസ് പോവും എന്നുള്ള ഏകദേശം ഉറപ്പായ സിറ്റുവേഷനിലാണുള്ളത്. അറ്റ്ലീസ്റ്റ് പോകാൻ താല്പര്യമുണ്ട്, കേർട്ടിസിന് താല്പര്യമുണ്ട്, ഇന്റർ മിലാന് താല്പര്യമുണ്ട് എന്നുള്ള അവസ്ഥയിൽ. സോ ആസ് എ സ്കൗസ് ബോയ് എനിക്ക് ഇത് ചിലപ്പോൾ എന്റെ അവസാനത്തെ ചാൻസ് ആയിരിക്കും ക്യാപ്റ്റൻ സാം ബാൻഡ് ഇടാൻ പറ്റിയത്. ആ ഒരു സമയത്ത് എന്നെ കൺസിഡർ ചെയ്യണമായിരുന്നു. സിമിക്കസിന് കൊടുക്കുന്നതിന് പകരം എനിക്ക് തരാമായിരുന്നു. കാരണം അവനെ സംബന്ധിച്ചോളം സ്വന്തം സ്കൗസ് ക്ലബ് അല്ലേ, അവന്റെ നാട്ടിൽ അവൻ ജനിച്ച് വളർന്ന, അവൻ അക്കാഡമി കളിച്ച് വളർന്ന ഒരു ക്ലബിന് പ്രീ സീസൺ ആണെങ്കിൽ പ്രീ സീസൺ ഞാനൊരു ക്യാപ്റ്റൻ ആണ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആയിരുന്നു, പ്രോബബ്ലി കുഡ് ബി ലാസ്റ്റ് ഓർ സെക്കൻഡ് ലാസ്റ്റ് ഗെയിം. അപ്പം അങ്ങനെയുള്ള ഒരു കളിയിൽ എനിക്ക് തരാമായിരുന്നു. ഇതിപ്പം ഓക്കെ സല അല്ലെങ്കിൽ വാൻഡൈക്ക് അല്ലെങ്കിൽ റോബോ പോലത്തെ ഫിഗേഴ്സിനായിരുന്നു ആംബാൻഡ് കൊടുക്കുന്നെങ്കിൽ അണ്ടർസ്റ്റാൻഡബിൾ, സീനിയർ റെപ്യൂട്ടഡ് അല്ലെന്ന് പറയാം. സിമിക്കസിന് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് തന്നൂടായിരുന്നോ എന്നുള്ളതിൽ സ്റ്റെം ചെയ്ത ഒരു സാധനമാണ്. പിന്നെ വേറൊന്ന്, ഇതിന് ടൈമിങ്ങും, അതായത് ഈ ക്യാപ്റ്റൻസ് ആംബാൻഡിന്റെ ഇഷ്യൂ വന്നു, നെക്സ്റ്റ് ഡേ ഇന്റർ മിലാന്റെ ബിഡ് എന്നുള്ള ന്യൂസ് വന്നു. സോ പ്രോബബ്ലി ഇത് അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാത്തത് എന്ന് ക്ലബ്ബ് ലീക്ക് ചെയ്യിപ്പിച്ച ന്യൂസ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളുടെ പല സമയത്തും ഇന്റർ മിലാൻ ഇപ്പൊ ആ റിപ്പോർട്ടിൽ പല റിപ്പോർട്ടിലും വരുന്നത് ഇന്റർ മിലാന്റെ 4ാമത്തെ ബിഡാണ് ഇതെന്നാണ്. 30 million pounds അവർ റെഡിയാണ് ഇപ്പം. ദാറ്റ് ഈസ് ദ ലേറ്റസ്റ്റ്. ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ 30 million pounds ആണ് കേർട്ടിസ്. ചിലപ്പോൾ ഇത് റിലീസായി വരുമ്പോഴേക്കും ചിലപ്പം ബിഡ് ആക്സെപ്റ്റഡ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമോ എനിക്കറിയില്ല. 30 ആണ്. ലിവർപൂളിന് വേണ്ടത് 35 ആണെന്നാ പറയുന്നത് ഇപ്പൊ പൗണ്ട്സ്, വിച്ച് വിൽ ബി ഇന്ററിനെ നോക്കുകയാണെങ്കിൽ 40 million pounds ആയിരിക്കും, വിച്ച് ഇസ് എ ഫെയർ ഡീൽ ഐ ഫീൽ. ഐ തിങ്ക് ലാസ്റ്റ് ഇയർ ഓഫ് കോൺട്രാക്ട് പ്ലെയർ ലൈക്ക് കേർട്ടിസ് ജോൺസ് ഒരു ശരിക്കും ഒരു സ്റ്റേൽമേറ്റ് ആണ്. കാരണം ഫസ്റ്റ് ടീമർ അല്ലാത്തത് കൊണ്ട് പുതിയ കോൺട്രാക്ട് കൊടുത്തിട്ട് ആ പൊസിഷൻ ബ്ലോക്ക് ചെയ്യാനും പറ്റില്ല. ഇനിയിപ്പം ഈ സീസൺ വിറ്റില്ലെങ്കിൽ ഫ്രീ ആയി പോവുകയും ചെയ്യും. എസ്പെഷ്യലി ഒരു അക്കാഡമി പ്ലെയർ ആകുമ്പോൾ ഫ്രം അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഇസ് ലൈക്ക് ഫുൾ പ്രോഫിറ്റ് ആണ്. അപ്പൊ ആ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം ഐ തിങ്ക് റോബിൻ പറഞ്ഞ പോലെ ഐ തിങ്ക് വി ക്യാൻ സം അപ്പ് വിത്ത് ഒരു ഇന്നെവിറ്റബിൾ ഡിപ്പാർച്ചർ അല്ലേ, വിച്ച് ഇസ് വെരി സാഡ് ആക്ച്വലി. ഒരു കാര്യം കൂടി സുദീപ് പറഞ്ഞതില്, നിയോണിക്ക് മിനിറ്റ്സ് കിട്ടുന്നതിൽ ഒരു എതിരഭിപ്രായം എനിക്കില്ല. ഐ റിയലി ലൈക്ക് അക്കാഡമി കിഡ്സ് ഗെറ്റിംഗ് ഗെയിം ടൈം. പക്ഷെ വാട്ട് മേക്സ് ഇവൻ ജോൺസ് ബെറ്റർ എന്നും പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ മോർ വാല്യൂബിൾ ഇൻ ദ ടീം ഈസ് അവൻ സ്കൗസർ ആണ്. ആ ഒരു സാധനം എന്താ പറയാ വളരെ ചുരുക്കമാണ്. എത്ര അക്കാഡമിയിൽ വന്ന് വളർന്നു എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നൊരു പ്ലെയറിനാണെങ്കിൽ എത്രത്തോളം ലിവർപൂൾ എന്ന ക്ലബിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പോലും സ്കൗസർ മെന്റാലിറ്റി, ഇത് എന്റെ ക്ലബ്ബ്, എന്റെ നാട്, ഇത് എന്റെ സ്ഥലം എന്ന് പറയുന്ന ആ ഒരു വികാരം അത് കിട്ടൂല. നിയോണി പ്രോബ്ലി ക്യാൻ ബി എ ബെറ്റർ പ്ലെയർ, അതിൽ എനിക്ക് ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇൻ 6 years പ്രോബ്ലി ഹി മൈറ്റ് ബി ഡൂയിങ് ബെറ്റർ ദാൻ ജോൺസ് പ്രോബ്ലി. പക്ഷെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ ഈവൻ കഴിഞ്ഞ സീസണിൽ തന്നെ പല സമയത്തും സ്ലോട്ടിന്റെ അണ്ടറിൽ ആരും പ്രസ് ചെയ്യുന്നില്ല, ആർക്കും കളിക്കാൻ താല്പര്യമില്ല എന്ന് തോന്നിക്കുന്ന കളികൾ പോലും ഇവൻ വെറുതെ അങ്ങ് പ്രസ് ചെയ്യാൻ അങ്ങോട്ട്.
ആ ഒരു ക്രൗഡിനെ എനർജൈസ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം എൻഡ് ഓഫ് ദ ഡേ എന്റെ ക്ലബ് ഇങ്ങനെ ആവരുത് എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. അതെ, ആ ഒരു എനർജി നമുക്ക് മിസ്സാവും. എനർജി മിസ്സാവും. കൂടാതെ ഇപ്പൊ അക്കാഡമി പ്ലേയേഴ്സ് ആയ മെക്കോണൽ ആണെങ്കിലും ബജറ്റിച്ച് എന്തായാലും സ്പാനിഷ്. മെക്കോണൽ ഇസ് ഓൾസോ നോട്ട് സ്കൗസർ, പുറത്തുനിന്ന് വന്ന് വാങ്ങിയ പ്ലെയർ ആണ്. ട്രെയിനിയോണി അല്ല. ഗുഡ് പോയിന്റ് ആണ് ഓബിൻ പറഞ്ഞത്. സോ ഇതിന്റെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന രീതിയിൽ കേർട്ടിസ് പോവാണെങ്കിൽ പിന്നെയുള്ള നമ്മുടെ തേർഡ് ചോയ്സ്, ഫോർത്ത് ചോയ്സ് എന്ന് പറയുന്ന ആള് ന്യോണിയും എൻഡോ ആയി മാറും. സോ വിൽ മൂവ് ഓൺ ടു ഫാൻ ഫേവറേറ്റ് ടോപ്പിക്, ട്രാൻസ്ഫേഴ്സ്. ഒരു മിഡ്ഫീൽഡറിനെ മേടിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അതന്നെയാണ് എനിക്ക് തോന്നുന്നു ഇറയോളയുടെയും പ്രശ്നം. അല്ലെ, ഇറയോളയുടെ പ്രൊഫൈലിൽ വേണ്ട പ്ലെയർ അല്ല കേർട്ടിസ്. അപ്പോ ഇഫ് യു ലുക്കിംഗ് അറ്റ് ദി വെറൈറ്റി ഓഫ് അവർ മിഡ്ഫീൽഡ്, ഇപ്പം സൊബോസ്ലായി കളിക്കുന്ന നമ്പർ 8 പൊസിഷനിൽ നിന്ന് മാറി ഒരു ഡിഫെൻസീവ് റോള് കളിക്കാൻ പറ്റുന്ന പ്രോബബ്ലി സ്റ്റാർട്ടർ വുഡ് ബി ഗ്രാവൻബർച്ച് ഓർ യുനോ മെക്കാലിസ്റ്റർ മേ ബി. പക്ഷെ അവിടെ ഒരു പ്ലെയർ വന്നാൽ വിൽ ഹാവ് 4 സ്റ്റാർട്ടിംഗ് പ്ലെയേഴ്സ് ഫോർ ദോസ് 2 മിഡ്ഫീൽഡ് പൊസിഷൻസ്. എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഒരു കേർട്ടിസിന്റെ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ ഒരു മിഡ്ഫീൽഡർ വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഗണേഷിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതിൽ തന്നെ കേർട്ടിസ് ഏകദേശം പോകുന്നുള്ളത് ആ ഒരു ഫ്ലോയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സൊബോസ്ലൈയുടെ അതേ ഇന്റർവ്യൂവിൽ സൊബോസ്ലൈ കുറെ പേരുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പേരിന് മാത്രം ഒരു ഇഫ് ഉണ്ട്. അത് അവന്റെ അലി വരും മറ്റവൻ വരും പറഞ്ഞിട്ട് ഇഫ് മെക്കാലിസ്റ്റർ കംസ്. അത് ലാംഗ്വേജ് ഇഷ്യൂ ആണ്, സെക്കൻഡ് ലാംഗ്വേജിന്റെ പ്രശ്നമാണ്. അത് സെക്കൻഡ് ലാംഗ്വേജ് അവന് ഇംഗ്ലീഷ് അല്ലായിരുന്നു, തേർഡ് ലാംഗ്വേജ് ആയിരിക്കും. ആൾക്കാരല്ലെങ്കിൽ ഡെസ്പണോബിന് ചുമ്മാ അല്ല, പക്ഷെ മെക്കാലിസ്റ്റർ വരുമോ വരില്ല എന്നല്ല. മെക്കാലിസ്റ്റർ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, ഇനി ഹെഡ് ചെയ്യില്ല എന്നൊക്കെയാ പറയണത്. ഒരു ആദ്യത്തെ 5 മാച്ചിക്ക് ഹെഡ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൻ ആകെ മെക്കാലിസ്റ്ററിന്റെ ഇഷ്യൂ. മെക്കാലിസ്റ്റർ പോവും, പക്ഷെ ഈ സീസൺ അല്ല, അടുത്ത സീസൺ ഫ്രീ ആയിട്ട് പോകും. അവന് ആർക്ക് വേണമെങ്കിലും കളിക്കാം, PSG കളിക്കാം, അവന് റയൽ മാഡ്രിഡിൽ കളിക്കാം, ബാഴ്സയിൽ കളിക്കാം, എവിടെയും കളിക്കാം. അവന്റെ കോൺട്രാക്ട് തീരാറായി. അവന്റെ കോൺട്രാക്ടിന്റെ സ്റ്റോളിംഗ് തന്നെ അവന്റെ നെക്സ്റ്റ് ഇതല്ലേ, എന്താ പറയാ, 28 എന്നാലും നെക്സ്റ്റ് ഇയർ വിൽ ബി ചീപ്പർ. അപ്പോ കോൺട്രാക്ട് ടോക്സ് സ്റ്റോൾ ചെയ്ത് തന്നെ ഈ റിലീസ് ക്ലോസിന്റെ ഇഷ്യൂലാണ്. അതായത് അവന് സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നെയാണ് ലിവർപൂൾ. അപ്പൊ അവന് 27-28 ഒക്കെ ആവുമ്പോഴേക്കും മെഡ്രിഡോ ബാഴ്സയോ PSG അവിടെ എവിടെയെങ്കിലും പോകണം. അത് പറഞ്ഞോ ഗണേശ? എനിക്ക് തോന്നില്ല ആരെങ്കിലും മേടിക്കുന്നു, സത്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല പോകൂല എന്ന് പറയാൻ വേണ്ടി വന്നത് അല്ല, ഇവിടെ തന്നെ കഴിച്ചുകൂടുന്ന തോന്നണേ. അല്ല, ഇവിടെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇരിക്കുന്ന തോന്നുന്നു. അടുത്ത സീസൺ ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ബാർസലോണ ഇപ്പൊ ഡിയോങ്ങിന് വേണമെങ്കിൽ പകരമായിട്ട് മേടിക്കാന്നല്ലാതെ അപ്പോഴും അത്രയും ഡ്രോപ്പ് ചെയ്തൊന്നും മെക്കാലിസ്റ്റർ കളിക്കില്ല. പിന്നെ അവിടെ തന്നെ പിള്ളേർ കുറെ പേരുണ്ട് കളിക്കാൻ. അപ്പൊ ബാർസലോണയിൽ ചാൻസ് തീരെയില്ല. ഇപ്പോ റിയൽ മാഡ്രിഡിലാണെങ്കിൽ അവിടെയും ഇല്ല. അവിടെ ആണെങ്കിൽ പട്ടിപ്പണി എടുക്കണം. ഇനി മൊറീനിയോ അതുവരെ ഉണ്ടാവും അറിയില്ല. അതുവരെ അതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ കർട്ടിസ് ജോൺസിന്റെ അഭാവത്തിൽ ഒരു മിഡ്ഫീൽഡറിനെ മേടിക്കണമെങ്കിൽ മിഡ്ഫീൽഡേഴ്സ് ഓൾറെഡി ഒരാൾ മമോദോ സംഗരെ ബ്രെൻഫോർഡിലേക്ക് ഏകദേശം മെഡിക്കൽ ബുക്ക് ചെയ്ത് മട്ടാണ്. അപ്പോ 41 മില്യണാണ്. 41 മില്യണാ മേടിച്ചിരിക്കണേ. ഇനിയിപ്പോ അവര് 100 മില്യൺ ആയിട്ട് നമ്മൾ ചിലപ്പോ ട്രൈ ചെയ്യും അടുത്ത വർഷം. അവൻ നന്നായിട്ട് കളിക്കും, നമ്മുടെ കൂടെ അടിപൊളിയായിട്ട് കളിക്കും. അപ്പൊ നമ്മൾ അടുത്ത പോലെ അവനെ മേടിക്കാൻ ബിഡ് ചെയ്യും. അവര് 100 മില്യൺ മേടിക്കും. അത് നമ്മൾ 41 മില്യൺ കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ അത് മാസമല്ല, 100 മില്യൺ കൊടുക്കണം. നമ്മളിപ്പോ 100ന്റെ വേലയാണ് കളികളൊക്കെ. 100ന് താഴെ മേടിച്ച പ്ലെയർ ഇപ്പൊ തീരെ ആരും ഇല്ല, എല്ലാം 100ന്റെ വേലയാണ്. 100 അതായത് മാനെ 35, സാല 39, ഫെബീനിയോ 52, അങ്ങനെയൊക്കെയാ മേടിച്ചോണ്ടിരുന്നത്. ഇപ്പൊ 100ന് താഴെ ആരുമില്ല, എല്ലാം 100ന്റെ മേലെ. ഇസാക്ക്, വേർഡ്സ്, എക്കിറ്റിക്ക്, ഇതെന്തത് 100ന്റെ കളി. ഇതിപ്പോ അടുത്ത 100 ബാർക്കോള. പിന്നെ ആരെയും മേടിക്കുന്ന അറിയില്ല. നമ്മളിപ്പോ ഇന്നിപ്പോ ചിന്തിക്കുകയാണെങ്കിൽ വല്ല എലൈറ്റ് ലെവൽ ചിന്തിക്കണം തോന്നുന്നു. ലൈക്ക് എന്താ പറയാ, ലക്ഷറി സൈനിങ് മാത്രമേ ചെയ്യുള്ളൂ തോന്നുന്നു. 50-40 ചെയ്യില്ല തോന്നുന്നു. നമ്മള് ജാവോ ഗോമസിനെ വിട്ടു. മറ്റേ ഏത് ടീമിക്കാ പോയെ, മറന്നുപോയി. വില്ല, ആസ്റ്റൺ വില്ലേക്ക്.
സോ അവന്മാര് ഓൾറെഡി ജാഗോമസിന് ബുക്ക് ചെയ്ത ശേഷമാണ് ഈ T11 വിറ്റിരിക്കുന്നത്. അവന്മാര് മേടിച്ചിട്ടാണ് വിൽക്കുന്നത്. നമ്മളിപ്പോ വിറ്റിട്ട് മേടിക്കുമോ എന്നറിയില്ല. പക്ഷെ ഒരു മിഡ്ഫീൽഡർ ആവശ്യമാണ്, എസ്പെഷ്യലി വെൻ ദ മാർക്കറ്റ് ലൈക്ക് കമവിംഗ അവൈലബിൾ ആണ്, മനു കോണെ അവൈലബിൾ ആണ്, ലബിൻ കമാറ ഉണ്ട്. ഇങ്ങനെ കുറെ ടാലന്റഡ് ആയിട്ടുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ്, ബോൾ പ്ലേയിങ് മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. അപ്പോ ഇതിൽ ആരെങ്കിലും എന്റെ ഒരു കോൾ ഇപ്പോ ഈ കമവിംഗ അവൈലബിൾ ആയ സ്ഥിതിക്ക് വി ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ ഹിം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അവിടെ റോളില്ല എന്ന് പറഞ്ഞില്ലേ, കളിക്കണ്ടേ? അപ്പോ കളിച്ചു കഴിഞ്ഞാലേ ഫ്രാൻസിന്റെ ടീമിലൊക്കെ സിദാൻ വെറുതെ ഇഞ്ചറി അത് ലെഫ്റ്റ് ബാക്ക് കളിപ്പിച്ചിട്ടല്ലേ. ഇവിടെ പിന്നെ അങ്ങനെ ചെയ്യില്ലല്ലോ. അവിടെ മൊത്തം ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു. ലെഫ്റ്റ് ബാക്ക് അവർ ചെയ്ത് മറ്റേ മിഡ്ഫീൽഡർ എന്ന രീതിയിൽ ഒരു ഇംഗ്ലീഷ് ഓപ്ഷൻ, ഹോം ഗ്രൗണ്ടും നോക്കണ്ടേ? ഇംഗ്ലീഷ് ഓപ്ഷൻ ആണെങ്കിൽ പോയി വാർട്ടനെ മേടിക്കണം, വേറെ ഒന്നും നോക്കാനില്ല. പിന്നെ അവിടെ 100+. അതായത് മെക്കാലിസ്റ്ററിന് വേണ്ടത് സ്പെയിനിലേക്ക് പോകാൻ, സ്പാനിഷ് ആ യർബാമേറ്റും കുടിച്ച് സ്പാനിഷിൽ സംസാരിക്കാൻ. യർബാമേറ്റ് ഇംഗ്ലണ്ടിൽ എത്തിച്ചാൽ ആ സാധനം കുടിക്കാനുള്ള സാധനമല്ലേ. സ്പാനിഷിന് നമുക്ക് തൽക്കാലത്തേക്ക് ഒരു മ്യൂനിയോസിനും മറ്റേ ഇറയോളനെയും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതൊക്കെ പോരെ? അല്ല, ഞാൻ ചോദിക്കുന്നത് വാർട്ടൺ ആണെങ്കിൽ തന്നെ ഫ്രം എ ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ കർട്ടിസ് ജോൺസ് 40 കിട്ടിയാൽ നമുക്ക് വാർട്ടൺ മേടിക്കാൻ പറ്റും? ഫൈനാൻഷ്യലി നോക്കുകയാണെങ്കിൽ വാല്യൂ വാർട്ടൺ ഒരു 100 മില്യൺ ആണെങ്കിൽ 20 മില്യൺ ഈ സീസൺ പോകുള്ളൂ. അത് വാർട്ടൺ അതിനുള്ള പ്ലെയർ ഒന്നും ഇല്ല, അതാണ് ഒരു കാര്യം. എന്തിനാ വെറുതെ? അതിലും നല്ല പ്ലേയേഴ്സ് നമ്മുടെ ചെറിയ പിള്ളേര് വരുന്നുണ്ട്, അതായിരിക്കും അതിലും നല്ലത്. വാർട്ടന്റെ ആവശ്യമില്ല, അങ്ങനെയുള്ള പ്ലേയേഴ്സ് ഒന്നും വന്നിട്ട് കാര്യമില്ല. ബ്രിട്ടീഷ് പ്ലേയേഴ്സ് അങ്ങനെയുള്ളൊരു വേറെ അലക്സ് സ്കോട്ട് ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നില്ല അങ്ങനെ ആ ഒരു സ്കോട്ടിന് പറഞ്ഞിരിക്കുന്ന വില 75 മില്യൺ ആണ്. അപ്പൊ കർട്ടിസ് ജോൺസിന് 40 കിട്ടിയാൽ യു ആഡ് 30 മേടിക്കാൻ പറ്റും. പക്ഷെ എന്തിനാ നമ്മൾ? എന്നാലും ന്യൂനി ഇപ്പൊ ഏകദേശം ഒരു ഫസ്റ്റ് ടീമില് ബാക്കപ്പ് പ്ലെയർ ആയി. അപ്പൊ തന്നെ 6 പേരായില്ലേ വീണ്ടും. അതായത് ഗ്രേവി, ന്യൂനി, അപ്പുറത്ത് മെക്കലിസ്റ്റർ, സൊബോസ്ലൈ, നടുക്കില് അറ്റാക്കിംഗ് ആയിട്ട് വേർഡ്സ്, എലിയട്ട്. മെയിൻ പൊസിഷനായി ബാക്കപ്പ് പോയി. ഇനിയിപ്പോ വീണ്ടും ഒരാൾ പോകണല്ലോ. മെക്കലിസ്റ്റർ പോയാലേ വേറെ സൈനിങ് ഉണ്ടാവാൻ ചാൻസ്. ധോണിനെ നമുക്ക് ഒരു സ്റ്റാർട്ടർ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ലല്ലോ ഈ സീസൺ. സ്റ്റാർട്ടർ ആയിട്ട് കണക്കാൻ പറ്റില്ല. ഫസ്റ്റ് ടീമില് ഒരു എപ്പോഴെങ്കിലും യൂസ് ചെയ്യാന്നല്ലാതെ, കപ്പ് ഗെയിംസിൽ എങ്ങനെ യൂസ് ചെയ്യാന്നല്ലാതെ, പ്രീമിയർ ലീഗ് ആൻഡ് UCL ഗെയിംസിലൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ലീഡിങ്ങാനുള്ള കളിയിൽ ബ്രേക്ക് കൊടുക്കാൻ പറ്റുന്നത്, റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന റൊട്ടേഷൻ ഓപ്ഷൻ. അതെ, അതിനല്ലേ ചെയ്യണ്ടേ? റൊട്ടേഷൻ ഓപ്ഷൻ അല്ല ഇവിടെ പറയുന്നത്, നമ്മള് സബ്സ്റ്റിറ്റ്യൂട്ട് ഓപ്ഷൻ ആയിട്ടാ പറയുന്നത്, റൊട്ടേഷനിലല്ല. അതായത് സുദീപ്, ഗ്രാവൻ ബർച്ചോ മെക്കാലിസ്റ്ററോ ഇഞ്ചേർഡ് ആയി കഴിഞ്ഞാൽ ന്യൂണി സ്റ്റാർട്ടർ ആവും. അപ്പോ ഇഞ്ചേർഡ് ആവണമെന്നില്ല ഞാൻ പറയുന്നത്. ഈവൻ എന്താ പറയാ, ഒരു പ്ലാൻ ബി ഗെയിമിൽ ഒരു സബ്ബായിട്ട് വരികയാണെങ്കിൽ, ഇപ്പൊ നമ്മള് ഫ്രാൻസിന്റെ ടീമിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഡെംബലെ കയറി കഴിഞ്ഞാൽ ഡുവേ വരുന്നു, ഡുവേ കയറി കഴിഞ്ഞാൽ വേറൊരാൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു സെയിം ലെവലിലുള്ള ഒരു പ്ലെയർ അവിടെ വേണമെന്നാ പറയുന്നത്. അപ്പൊ മെക്കാലിസ്റ്റർ കയറി കഴിഞ്ഞാൽ അവിടെ വാർട്ടം വന്നു കഴിഞ്ഞാൽ വിൽ ബി അഗെയിൻ സ്ട്രോങ്ങർ. അല്ലാതെ ഇപ്പൊ നിയോണിനെ ഞാൻ തരം താഴ്ത്തി പറയല്ല. നിയോണി ക്യാൻ ബി എന്താ പറയാ, റൊട്ടേഷന് പറ്റിയ പ്ലെയർ ആവാം, പക്ഷെ നോട്ട് ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ടൻ. ഇപ്പൊ നമ്മള് 4-0 ലീഡ് ചെയ്ത് നിൽക്കുന്നു, അപ്പൊ വേണമെങ്കിൽ നിയോണിനെ കൊണ്ടുവരാം. പക്ഷെ 2-2 അല്ലെങ്കിൽ 1-0 ട്രെയിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് ബി ബ്രിങ്ങിങ് ബാക്ക് പ്ലേയേഴ്സ് ലൈക്ക് വാർട്ടൺ. അങ്ങനെയൊക്കെ നമ്മളിപ്പോ ആലോചിക്കും. പക്ഷെ ഒരു ഡിസംബർ ആവുമ്പോൾ നോക്കിയോ, ഗ്രാവൻ ബർച്ച് ആയിരിക്കും ആ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യാൻ. ഡിസംബർ ആകുമ്പോഴേക്കും ആ പൊസിഷനിലെ ന്യൂനി സ്റ്റാർട്ടർ ആയിട്ട് ഗ്രാവൻ ബർച്ച് ബെഞ്ചിൽ പോകും. നോക്കിയിരുന്നു, അങ്ങനെയാണ് സംഭവിക്കുന്നത്. ന്യൂനി നന്നായിട്ടാണോ ഗ്രാവൻ ബർച്ച് മോശമായിട്ടാണോ കൂടി പറയണേ? അത് പറയണം, അതാണ്. എന്തായാലും ഈ ഒരു ടോപ്പിക് ഐ തിങ്ക് ഇവിടെ ഒരു TRP റെഡ് അലേർട്ടിനുള്ള സ്കോപ്പ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ കാണുന്നുണ്ട്. മോസ്റ്റ്ലി സുദീപ് അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ ഓബിൻ വന്ന് നിങ്ങളെ ഞെട്ടിക്കുന്നതായിരിക്കും. കർട്ടിസ് ജോൺസിന്റെ വിടവാങ്ങൽ ഇന്നവിറ്റബിൾ ഫീലിംഗ് ആണ് വരുന്നത്. അതിന് പകരം ഒരു പ്ലെയർ വേണമെന്നാണ് ഗണേശനും ഞാനും ഓബിനും പറയുന്നത്. സുദീപ് പറയുന്നത് ന്യൂണി ഈസ് റെഡി എന്നാ പറയുന്നത്. വിൽ മൂവ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്. ഗണേശൻ നേരത്തെ പറഞ്ഞു, അതും ഒരു ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ബ്രാഡ്ലി ബാർക്കോള
വെർബൽ എഗ്രിമെന്റ് പറയുന്നു, വെർബൽ ഡിസ്കഷൻ, ഓറൽ ഡിസ്കഷൻ, അതായത് ഒരുമാതിരി എല്ലാ തരത്തിലുള്ള ഡിസ്കഷനും നടക്കുന്നുണ്ട്. അതോടൊപ്പം പേഴ്സണൽ ടേംസ് എല്ലാ ദിവസവും എഗ്രി ചെയ്യുന്നുണ്ട്. മറ്റേ ഫെബ്രീസിയോ റൊമാനോ, ബെൻ ജേക്കബ്സ്, ലെക്വിപ്പ് എല്ലാരും ഒരുമിച്ച് പറയുന്നുണ്ട്. അല്ല, അത് മാത്രം പോരാ, ഇനിയും കുറെ ന്യൂസ് വരാനുണ്ട്. അതിനൊക്കെ ശേഷം സൈനിങ് നടക്കുള്ളൂ. അതായത് ബാർക്കോള ആരുടെ വീടാണ് മേടിക്കാൻ പോണത്, ബാർക്കോളയുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ആരായിരിക്കും, അവരായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തോ, ഫ്ലൈറ്റ്, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യുന്ന ആൾക്കാര് രംഗത്ത് വരാൻ. ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യണം, അങ്ങനെ ഇൻഹൗസ് ആളുണ്ട്. ഫ്ലൈറ്റ് എങ്ങനെ ട്രാക്ക് ചെയ്യണം എന്ന് പറയാൻ അത് ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് സ്വരൂപിന് ഒരു എപ്പിസോഡ് കൊടുക്കാം. ബാർക്കോള എക്കിറ്റിയുമായി സംസാരിച്ചു, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ന്യൂസ് വരാൻ സാധ്യതയുണ്ട്. ആസ് ഓഫ് നൗ വെൻ വി റെക്കോർഡ് ഈ ഒരു ട്രാൻസ്ഫർ നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. PSG വിൽക്കണം, ലിവർപൂളിന് വേണം. PSG നല്ലൊരു വില പറയും. എന്റെ ഒരു പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയുമായിട്ട് ബിഡ് പോവും. വിൽ ബി ബിഡിങ്. നമ്മുടെ സ്ഥിരം ലോ ബോളിംഗ് ഉണ്ടാവും. 90 million 95 million pounds ആയിരിക്കും. അവർ റിജക്ട് ചെയ്യും. നമ്മളൊരു തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും വീണ്ടും ഒരു 100+20 പറയും, അവർ റിജക്ട് ചെയ്യും. അവസാനം അവർ പറയുന്ന പൈസ 110 million pounds കൊടുത്തിട്ട് പ്ലസ് ഒരു ആഡ് ഓൺ, പിന്നെ പറയും ആഡ് ഓൺ ഒക്കെ ബാലൻഡിയോർ ആണെന്ന് പറഞ്ഞിട്ട് 125 ആക്കിയിട്ട് കൈ കൊടുക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. അൺലെസ് ആർസണൽ ഓർ സംബഡി കംസ് ആൻഡ് ഡ്രൈവ്സ് ദ പ്രൈസ് അപ്പ്. ആർസണൽ വിനീഷ്യസ് ജൂനിയർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഗണേഷ ഇനീഷ്യൽ തോട്ട്സ്? 2-3 കാര്യങ്ങൾ. ഒന്നാമത്തത് ഇറയോള ഇന്നലെ പറഞ്ഞ സാധനം, ഐ വാണ്ട് മൈ വിംഗേഴ്സ് ടു പ്ലേ ഓൺ ബോത്ത് സൈഡ്സ്. റിയോ ഇന്നലെ റൈറ്റ് സൈഡിൽ കളിച്ചു. സോ ബേസിക്കലി ഒരുപാട് ഫാൻസിന്റെ ആശങ്ക, അയ്യോ റൈറ്റ് വിംഗർ ഇല്ല, ലെഫ്റ്റ് വിംഗർ ഇല്ല എന്നുള്ള ആശങ്ക അവിടെ തീർന്നു. റൈറ്റ് സൈഡിൽ റിയോയും കളിക്കും, ബാർക്കോള വന്നാൽ ബാർക്കോളയും കളിക്കും, റായൻ വന്നാൽ റായനും കളിക്കും, മൂനിയോസ് വന്നാൽ മൂനിയോസും കളിക്കും, ലെഫ്റ്റ് സൈഡിലും ഇതേ പ്ലേയേഴ്സ് കളിക്കും. വാട്ട് യു ഫീൽ അബൌട്ട് ദാറ്റ്? എല്ലാവർക്കും വരാണ്ടോ? എനിക്ക് ലൈക്ക് ബാർക്കോള 100 to 110 പ്ലസ് ആഡ് ഓൺസിൽ സീൽ ചെയ്യും. കാരണം ഞാന് നമ്മളെല്ലാരും ബിഡ് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ മറ്റേ ഡേവോക്കോ ബിഡ് സബ്മിറ്റ് ചെയ്തു, ആഡ് ഓൺസിന്റെ ഡിസ്കഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഫ്രാൻസിലുള്ളവർ എല്ലാരും പറയുന്നത് ഇതുവരെ ഒരു ബിഡ് പോലും സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ന്യൂസ് അങ്ങനെ കുറെ സ്പ്രെഡ് ചെയ്ത് നടക്കുന്നുണ്ട്. പിന്നെ ഈ ഡേവിഡ് ഓൺസ്റ്റൈന് തന്നെ എത്ര പാരഡി അക്കൗണ്ടാ വന്നിരിക്കണ, ഗ്യൂമറേസ് അങ്ങോട്ട് പോയി, ലിവർപൂളിലേക്ക് ബാർക്കോള വന്നു, അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഫേക്ക് ന്യൂസ് ആൾക്കാർ ഷെയർ ചെയ്ത ശേഷമാണ് അത് കാണുന്നത്, അത് അക്കൗണ്ട് നെയിം വായിക്കുന്നത്. ആദ്യം കാണുന്നത് ആ ന്യൂസ് ആണ്. അപ്പോ അങ്ങനെയുള്ളപ്പോ ബാർക്കോളയുടെ സൈനിങ് എന്തായാലും ഷുവറായിട്ട് നടക്കും. കാരണം ഈ ഒരു പ്ലെയർ അടുത്ത വർഷം വിറ്റ് കഴിഞ്ഞാൽ അഗൈൻ വാല്യൂ കുറയും. അപ്പൊ ഇപ്പോ വിൽക്കുന്നതാണ് അവർക്ക് ഏറ്റവും അഡ്വാൻറ്റേജ്. പ്ലെയർ ഓൾറെഡി കോൺട്രാക്ട് സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. പ്ലെയർ അതെ അക്ലിയോച്ചനെ സൈൻ ചെയ്തു. പക്ഷെ അവര് പറഞ്ഞത് അക്ലിയോച്ചനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി നീഡ് എ വിങ്ങർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് വേറൊരാളെ കൂടെ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോ അങ്ങനെ വരുന്ന സ്ഥിതിക്ക് ഇവൻ അവിടെ നിന്നിട്ട് തീരെ കാര്യമില്ല. അപ്പോ പ്ലെയർ പ്രിഫേഴ്സ് ലിവർപൂൾ ആണ്. അപ്പൊ പ്ലെയറിന്റെ പ്രിഫറൻസിന് തന്നെ മറ്റേ ക്ലബ്ബ് എന്തായാലും അത് അലോ ചെയ്യും. ജസ്റ്റ് സ്ട്രൈക്ക് പ്രോപ്പർ ലൈക്ക് അവർക്ക് ഒരു റീസണബിൾ ആഡ് ഓൺസ് വേണം. നമ്മൾ ഇങ്ങനെ 2 വർഷം ബാലൻഡോർ അടച്ചു കഴിഞ്ഞാൽ അത് കിട്ടും, ഇത് കിട്ടും, 30+ ഗോൾസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും, ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പിന്നെ അങ്ങനെ ചെയ്യൂല. നമ്മളിപ്പോ ഉനായമറി 10 കളി കളിച്ചു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് മേടിക്കണം എന്ന് പറഞ്ഞ പോലെ 9 കളികൾ എപ്പിച്ച് വെറുതെ ഇരുത്തിയ പോലെ അങ്ങനെ നമ്മൾ ചെയ്യൊന്നുമില്ല. നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ വേജ് സ്ട്രക്ചർ നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇത്രയും പെർഫോമൻസ് കിട്ടിയാൽ മാത്രമേ ബേസ് വേജിൽ പ്ലസ് ബോണസ് കൊടുക്കുള്ളൂ. അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് അവരും ആഡ് ഓൺസും നോക്കുന്നത്. പിന്നെ പറയുന്നതിൽ എല്ലാ പ്ലേയേഴ്സും എല്ലാ അറ്റാക്കേഴ്സും ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും കളിക്കണം എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ആക്ച്വലി. നമുക്ക് ലോട്ട് ഓഫ് ഓപ്ഷൻസ് ആണ്. ലൈക്ക് ക്രോസ് ചെയ്യാനും പറ്റും, കട്ടിങ് ചെയ്ത് ഷൂട്ട് ചെയ്യാനും പറ്റും. അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അതായത് ഈ വിങ്ങർ എങ്ങോട്ട് പോകുന്ന ആർക്കും അറിയില്ല. ഇപ്പൊ ഇവൻ ക്രോസ് ചെയ്യോ, ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കളിക്കുമ്പോൾ കട്ടിങ് ചെയ്യോ ക്രോസ് ചെയ്യോ എന്ന് അറിയില്ല. ലെഫ്റ്റ് ഫുട്ട് യൂസ് ചെയ്ത് ക്രോസ് ചെയ്യോ, റൈറ്റ് ഫുട്ട് യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യോ എന്ന് അറിയില്ല. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും റൈറ്റ് വെച്ച് ക്രോസ് ചെയ്യോ അതോ കട്ടിങ് ചെയ്ത് ലെഫ്റ്റ് വെച്ച് അടിക്കുമോ എന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ആണ് ഇരയോളെ ഉദ്ദേശിക്കുന്നത്. ഓവർലാപ്പ് ചെയ്ത് ക്രോസ് ചെയ്താലും നല്ലൊരു ഓപ്ഷനാണ്.
അപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് വിംഗേഴ്സിന്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് റൈറ്റ് വിങ് കളിക്കാൻ പോകുന്നത് മുനിയോസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഈ ഓൾറെഡി യൂസ് ടു ഡൂ ദാറ്റ് അവിടെ. അതായത് ബാർക്കോളനെക്കാട്ടിലും റിയോനെക്കാട്ടിലും കൂടുതൽ റൈറ്റ് വിങ് ഫോർവേഡ് ആയിട്ട് കളിച്ചത് മുനിയോസ് ആണ്. അപ്പോ മുനിയോസ് ആയിരിക്കും മോസ്റ്റ്ലി അവിടെ കളിക്കാൻ സാധ്യത. ഇനിയൊരു അറ്റാക്കർ എനിക്ക് വരും തോന്നുന്നില്ല. ബാർക്കോള ആയിരിക്കും മേ ബി ചാൻസ്. പിന്നീടൊക്കെ വെറുതെ ഒരു മോഹത്തിന് പറയുകയാണെങ്കിൽ ഒരു പ്ലെയറിനെ മേടിച്ചു കഴിഞ്ഞാൽ റൈറ്റ് വിങ് ആയിട്ടും സെന്റർ ഫോർവേഡ് ആയിട്ടും കളിപ്പിക്കാൻ പറ്റും. എൻഡ്രിക് അവൈലബിൾ ആണ്. എൻഡ്രിക് ഈസ് ദേർ ഇൻ ദി മാർക്കറ്റ്. ഒരൊറ്റ പ്ലെയർ റൈറ്റ് വിങ് ആയിട്ട് കളിപ്പിക്കാനും പറ്റും, സെന്റർ ഫോർവേഡ് ആയിട്ട് കളിപ്പിക്കാൻ പറ്റും. സാധ്യത വരുന്നത് നമ്മള് ഗാക്പോ പോവാണെങ്കിലാണല്ലോ. ഗാക്പോ അതാണ് ഞാൻ ഇതും അതുമാണ് കണക്ടിങ് ദ ഡോട്ട്സ് എന്ന് പറയുന്ന പോലെ. ദേ നീഡ് എ വിങ്ങർ, PSG നീഡ് എ വിങ്ങർ. അപ്പോ മേ ബി ഗാക്പോ അങ്ങോട്ട് പോയിട്ട് ബാർക്കോള ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആയിട്ട് കളിക്കാം. എൻഡ്രിക്സിനെ നമുക്ക് സൈനിങ് ചെയ്യാം. സെന്റർ ഫോർവേഡ് ബാക്കപ്പും ആയി. എക്കിടിക്ക് ഡിസംബറിലേ വരുള്ളൂ, അതും ആലോചിക്കണം. എക്കിടിക്ക് ഡിസംബറിലാണ് വരുന്നത്. അപ്പൊ അതുവരെ ഒരു സെന്റർ ഫോർവേഡ് വേണ്ടേ? രണ്ട് കാര്യങ്ങൾ ഇതില്. എന്ത് നടക്കാത്ത സ്വപ്നങ്ങളാണ്. പക്ഷെ അല്ലല്ല, ഗാക്പോന് PSG പോകണമെന്നുണ്ടെങ്കിൽ ലൂയിസ് എൻട്രിക്ക് ആകെ കൂടെ നിർബന്ധം അച്ഛങ്ങ കളിക്കുന്ന ആൾക്ക് പേസ് ഉണ്ടാവണം, ഓടാൻ പറ്റണം. ഇത് രണ്ടിലും ഗാക്പോ പെടൂല. അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് പോകുന്നത്. അതിന് എനിക്കൊരു കാരണമുണ്ട്. ഗോൺകാലോ റാമോസ് എന്ന് പറഞ്ഞൊരു പ്ലെയർ അവിടെ ഇല്ല. ക്യാൻ ബി എ സ്ട്രൈക്കർ. ഗാക്പോ പോവോ? ബാക്കപ്പ് ഒന്നല്ല, ആൾക്ക് സ്ട്രൈക്കർ ഓറിയന്റഡ് ആയിട്ട് കളിക്കണമെങ്കിൽ ആൾക്കൊണ്ട് കളിക്കാൻ പറ്റുമല്ലോ, യൂസ് ചെയ്യാലോ. അങ്ങനെയാണല്ലോ ഗോൺകാലോ റാമോസ് കളിക്കുന്നത്. അല്ലെങ്കിൽ ഡെംബലെ, മറ്റേ ഡുവെ, പിന്നെ കൊറാച്ച്കേലി, അങ്ങനെയല്ല ഫോൾസിനെ വെച്ച് കളിക്കുന്നത്. അപ്പോ ഗാക്പോ കിട്ടിയ കഴിഞ്ഞാൽ സ്ട്രൈക്കർ ഓറിയന്റഡ് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റും, സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ട് കളിപ്പിക്കാൻ പറ്റും, ലെഫ്റ്റ് വിങ് ഫോർവേഡ് ആയിട്ട് കളിപ്പിക്കാൻ പറ്റും. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോ ഇത് നടക്കുകയാണെങ്കിൽ നമ്മൾ എൻട്രിക്സിനെ മേടിക്കുന്നതാണ് നല്ലത്. എൻട്രിക്കിനെ മേടിക്കുന്നത് കിടിലൻ സൈനിങ് ആയിരിക്കും. ഗാക്പോന്റെ ആക്ച്വൽ റൂമേഴ്സ് ഇസ് ടു സ്പേഴ്സ്. അതാണ് ഇപ്പൊ സ്പേഴ്സ് ആർ ഇൻസ്ട്രക്ട്. എങ്ങോട്ട് പോയാലും ശരി, ഫണ്ട് കിട്ടിയാൽ എന്റെ ഓപ്ഷൻ എൻട്രിക്ക്, ഞാൻ പോയി എൻട്രിക്കിന് മേടിക്കും, ഉറപ്പാണോ? എന്റെ ഓപ്ഷൻ അതാണ്. മൾട്ടിപ്പിൾ പൊസിഷൻസിൽ കളിക്കാൻ പറ്റിയ പ്ലെയർ വേണം. ആസ് മച്ച് ആസ് ഐ ലൈക്ക് എൻട്രിക്ക് ഇങ്ങോട്ട് വരുന്ന കാര്യം എന്താണ്? മെക്കിറ്റിക്ക് വരികയാണെങ്കിൽ എൻട്രിക്ക് എവിടെ കളിക്കും? പിന്നെയും ഗണേശ് മേടിച്ചിട്ട് എന്ത് ചെയ്യാനാ? കണക്കുടിപ്പിക്കാനാ സ്കൂളിൽ. എൻട്രിക്ക് നമുക്ക് റൈറ്റ് വിങ് ഫോർവേഡ് ഇല്ലല്ലോ. പ്രോപ്പർ റൈറ്റ് വിങ്ങർ ആയിട്ട് കളിക്കാനും പറ്റും. നമ്മള് ലാസ്റ്റ് സീസൺ ലിയോണിൽ കണ്ടതാണ്. ലോണിൽ പോയിട്ട് ആ ഒരു പവർ ഗെയിം നമ്മള് ബ്രസീലിൽ തന്നെ കണ്ടു. എൻട്രിക്ക് ഇറങ്ങിയപ്പോ എന്തൊരു മാറ്റമായിരുന്നു കളിക്ക്. അപ്പോ ആ ഒരു ലെവൽ ഗെയിം നമുക്ക്. ഗാക്പോ പോകുമെന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ എല്ലാരും പറയുന്നത് ഇപ്പൊ ഈ വിങ്ങേഴ്സ് രണ്ട് സൈഡിലും കളിപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഗാക്പോനെ റൈറ്റ് വിങ്ങിൽ കളിപ്പിച്ച ഗാക്പോ കട്ട് ഇൻ സൈഡിന് പകരം കട്ട് ഔട്ട് സൈഡ് ചെയ്തിട്ട് കോർണർ ഫ്ലാഗ് അടിക്കും. അപ്പോ സ്പേഴ്സിന് എന്താണെങ്കിലും ഒരു ഗാക്പോ സ്റ്റേ ചെയ്യാണെങ്കിലും ഗാക്പോന് നല്ലതേ കിട്ടുള്ളൂ. കാരണം ഇരിയോള സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ട് ഉപയോഗിക്കും. അതായത് ഹോളണ്ടിന്റെ നെതർലൻഡ്സിൽ കളിപ്പിക്കുന്ന പോലെയുള്ള പൊസിഷനിൽ കളിപ്പിക്കും. കാരണം ക്രൂപ്പി സെക്കൻഡ് സ്ട്രൈക്കറും നമ്പർ 10 ആയിട്ടാണ് കളിച്ചിരിക്കുന്നത് ഇവാനൽസിന്റെ താഴെ. അപ്പൊ ഗാക്പോനെ അവിടെ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഗാക്പോ നിന്ന് കഴിഞ്ഞാലേ അഡ്വാൻറ്റേജ് ഉള്ളൂ. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. ഈ പറഞ്ഞ PSG കണക്ഷൻ കറക്റ്റ് ആണ്. അത് വിട്ടുപോയ ഒരു കാര്യം. അതായത് അവരുടെ ഒരു പ്ലെയർ വേറെ പോയിട്ടുണ്ട്, ലീ ക്യാങ്ങിൻ, അത്ലറ്റിക്കോ മാഡ്രിഡിക്ക് പോയി. അതിന്റെ റീപ്ലേസ്മെന്റ് ആയിരിക്കും അക്ലി വെച്ച്. ഇനി ബാർക്കോളയ്ക്ക് പകരമുള്ള ആളെ അവർക്ക് വേണം. അത് പറഞ്ഞത് കറക്റ്റ്. അങ്ങനെ ഒരു ട്രാൻസ്ഫർ അതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എംബായും ട്രാൻസ്ഫർ ലിസ്റ്റിലുണ്ട്. അപ്പൊ ഗാക്പോ അങ്ങോട്ട് പോകുന്നത് നല്ലൊരു സെൻസിബിൾ സാധനമായിട്ട് തോന്നുന്നുണ്ട്. അതെ. അല്ല, വേറെ കാര്യം കൂടി ഉണ്ട് ഗണേശ. അതായത് അവര് ഫെറാൻ ടോറസിനെ സൈൻ ചെയ്യാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. ബാർസലോണയിൽ നിന്ന് ഫെറാൻ ടോറസിനെ ട്രൈ ചെയ്തിരുന്നു PSG. ഫെറാൻ ടോറസും ഗാക്പോയും സെയിം കൈൻഡ് ഓഫ് പ്രൊഫൈലാണ്. അതാണ് അവര് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഫോൾ ബാക്ക് ഓപ്ഷൻ ആണ് ഗാക്പോ. അപ്പോ PSG ഗാക്പോ ഇപ്പോഴും പോസിബിലിറ്റി ആണ്. അതെന്തായാലും ഗാക്പോ പോവാൻ താല്പര്യപ്പെടും. കാരണം ഫ്രീ ആയിട്ട് UCL കിട്ടുകയാണല്ലോ.
UCL ട്രോഫി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പാണല്ലോ അത് അടിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗ്, പിന്നെ ലീഗ് അടിക്കും. അല്ല, അപ്പൊ ചാമ്പ്യൻസ് ലീഗിന്റെ കമ്മിറ്റി ടീമായിട്ട് അവര് പ്രഖ്യാപിക്കുമോ ഇനി അവസാനം? ഓക്കെ, എനിവേ ബാർക്കോള സൈനിങ്സ് നടക്കും ഈ ആഴ്ച. ബാർക്കോള ആഴ്ചയായിരിക്കും തോന്നുന്നത്. നടന്നില്ലെങ്കിൽ ഫാൻസ് എല്ലാവരും വീണ്ടും ഇറങ്ങും പ്രശ്നമാക്കാനായിട്ട്. നെക്സ്റ്റ് ഇഷ്യൂ നെക്സ്റ്റ് ടോപ്പിക് വി വാണ്ട് ടു മൂവ് ഇസ് ടൊമോറി ആയിട്ട് ലിങ്ക് വന്നിട്ടുണ്ട്. സെന്റർ ബാക്ക് ഇംഗ്ലീഷ് പ്ലെയർ, പ്ലേസ് ഫോർ AC മിലാൻ. ഞാൻ ഒരുപാട് നാളായിട്ട് ആലോചിക്കുന്ന ഒരു പ്ലെയർ ആണ്. ലിവർപൂളിന് വേണ്ടിയിട്ടല്ല, അതായത് ഐ തിങ്ക് ടൊമോറി ഈസ് നോട്ട് ബീങ് കൺസിഡർഡ് ടു പ്ലേ ഫോർ ഇംഗ്ലണ്ട് ഓൺലി ബിക്കോസ് ഈസ് നോട്ട് പ്ലേയിങ് ഇൻ ഇംഗ്ലണ്ട്. കാരണം പുള്ളി അവിടെ ഇറ്റലി പോയി കളിക്കുന്നതുകൊണ്ടാണ് ആർക്കും അയാളെ ഒരു വിലയും ഇല്ലാത്തത്. കാരണം വേൾഡ് കപ്പിന് കൊണ്ടുപോകാൻ പറ്റിയ പ്ലെയർ ആയിരുന്നു. The way Tuchel plays and all, it suits him. And ഒരു നല്ല ഓപ്ഷൻ ആണ് if it happens. ആകെ ഒരു ഇഷ്യൂ ഉള്ളത് for Liverpool style of signing. He is 28 years old. എന്താണ്, what is your initial thoughts, whether it will happen അല്ലെങ്കിൽ അതൊരു സാധ്യതയുണ്ടോ? സ്റ്റോൺസ് മിസ്സായ സ്ഥിതിക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുവാന് ഉറപ്പായിട്ട്. ലൈക്ക് ഈസ് ഗുഡ്. ലൈക്ക് AC മിലാനിലെ ഒരുപാട് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈസ് റിയലി ഗുഡ്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ സബർണി ഉണ്ട്. അവന് ഇനി അത് ആ ഒരു ഡീല് നമ്മൾ ചിലപ്പോ ഈ ബാർക്കലോയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് അറിയില്ല. അതുകൊണ്ടാണോ ഇത്രയും സമയം എടുക്കുന്നതെന്നും അറിയില്ല. അതിപ്പോ ന്യൂസ് പുറത്തു വന്നാൽ മാത്രമേ അറിയുള്ളൂ. ടൊമോറിന്റെ സ്ഥിതിക്ക് ഒരുപാട് ഗെയിം എക്സ്പീരിയൻസ് ഉണ്ട്. പ്രീമിയർ ലീഗിൽ കളിച്ച ഒരു പ്ലെയർ ആണ്. മറിച്ച് ലൈക്ക് ഡിഫൻസ് ഓറിയന്റഡ് ആയിട്ട് കളിക്കുന്ന ഇറ്റാലിയൻ ലീഗിലും കളിച്ച ഒരു പ്ലെയർ ആണ്. അപ്പോ അങ്ങനെയുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർ എന്തായാലും നമ്മളിപ്പോ യങ് സെന്റർ ബാക്സിനെ മേടിച്ചിട്ടുണ്ട്. ലിയോൺ ബെയിൽ, മറ്റേ ജെറമി യാക്കറ്റ് ആകട്ടെ, ലിയോണി ആവട്ടെ. അപ്പോ ഇവർ രണ്ടുപേരും ഉള്ള സ്ഥിതിക്ക് ടൊമോറിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലേണിംഗ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കും. പിന്നീട് ഇഞ്ചറി ഉണ്ട്, ഇന്നും പങ്കെടുത്തിട്ടില്ല. നമ്മുടെ ജോ ഗോമസിന്റെ അവസ്ഥയാണ് എന്താന്ന് അറിയാത്തത്. അപ്പൊ ഈ സ്റ്റെറഞ്ചിനെ തോൽപ്പിക്കാനാണ് പ്ലാൻ തോന്നുന്നത്. എനിക്കറിയില്ല. ഇത് നിന്നാ ഇഞ്ചറി നടന്നാൽ ഇഞ്ചറി എന്ന് പറയുന്ന ഒരു സ്ഥിതി എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ടൊമോറിനെ എന്തായാലും മേടിച്ചു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ആയിട്ടേ വരുള്ളൂ. പ്രത്യേകിച്ച് ഈ നമ്മളെ ഈ ടീനേജേഴ്സ് ആയിട്ടുള്ള രണ്ട് സെന്റർ ബാക്ക് ഉണ്ട് അക്കാഡമി പ്രോഡക്ട്സ്. അവന്മാർക്കൊക്കെ ഇതൊരു നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് മാറും. അവന്മാരാണ് അക്കാഡമിയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത്. ഒരാൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടില്ല, ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ ആ പിള്ളേരൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ മേടിക്കുന്നത് നല്ലൊരു തീരുമാനമാണ്. ഒരു ഫാക്ടർ, വേറെ ഫാക്ടർ എന്താന്ന് വെച്ചാല് നമുക്കിപ്പോ ഓൾറെഡി കുറച്ച് എണ്ണത്തിന് ഒഴിവാക്കാൻ പറ്റുമെങ്കിലും നോൺ ഹോം ഗ്രൗണ്ട് പ്ലേയേഴ്സ് വാങ്ങിക്കൂട്ടുന്നതിലും നല്ലത് when you are looking into a squad option, ഇംഗ്ലീഷ് ആണ് ഏറ്റവും നല്ലത്. അപ്പം ആ ഒരു ആസ്പെക്റ്റും ഉണ്ട്. പിന്നെ ഗോമസിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഞാൻ ടൊമോറിനെ കാണുന്നത്. an upgraded replace. ഗോമസ് ബിക്കോസ് ഓഫ് ഇഞ്ചുറി. ഓൺ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ സ്റ്റിൽ പ്രിഫർ ഗോമസ് ഓവർ ടിമോറി. ബട്ട് ഇപ്പോഴത്തെ അവൈലബിലിറ്റി ഇഷ്യൂ നോക്കുമ്പോൾ അത് നടക്കൂല. അപ്പം അങ്ങനെ നോക്കുക, ആ ഒരു ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ് ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ റൂമർ തന്നെ വരുന്നുള്ളത്. ബട്ട് ഐ വിൽ സ്റ്റിൽ ഹാവ് ഹിം. നോട്ട് എ ബാഡ് ഓപ്ഷൻ. ഓഫ് കോഴ്സ്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെന്റർ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ സീനിയർ ആയിട്ട് പിന്നെ ഉള്ളത് VVD മാത്രമേ ഉള്ളൂ. VVD ചിലപ്പോൾ അടുത്ത സീസൺ കഴിഞ്ഞാൽ പോകും. പിന്നെ അവിടെ ഒരു വലിയ ഗ്യാപ്പ് ഏജ് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ഗോമസും പോകും അടുത്ത സീസണിൽ. എന്തായാലും ഈ സീസണിൽ നിൽക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ ഇപ്പോ ലിയോണിയും യാക്വറ്റും ആ 20-21 വയസ്സെന്നുള്ള ആ ഒരു പ്രായത്തിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പോ അത് കഴിഞ്ഞ ഒരു സീനിയർ അവിടെ സെന്റർ ബാക്ക് ഉള്ളത് എന്തായാലും സ്ക്വാഡിന് നല്ലതാണ്. ഇവർക്കും ഈ യങ് ടീനേജേഴ്സിന് മാത്രമല്ല ഇവർക്കും നല്ലതാണ് ഇങ്ങനെ ഒരു പ്ലെയർ ഉള്ളത്. അപ്പോ ഒരുമിച്ചിടയ്ക്ക് കളിക്കാനും പറ്റും. അങ്ങനെ അവരോട് ട്രെയിൻ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ ഓഫ് കോഴ്സ് ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, ശരിയാണ്. പിന്നെ റൈറ്റ് ബാക്കും കൂടി ആൾക്ക് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമില്ലേ. ടൊമോറി റൈറ്റ് ബാക്കിലും വേണമെങ്കിൽ ലിയോണിയായിട്ട് സാധ്യത.
അതെ ഓക്കെ. RCB കളിച്ചിട്ടുണ്ട്. അതെ അതെ. എനിവേ എന്തായാലും അങ്ങനെ ഒരു സ്ക്വാഡ് പ്ലെയർ ആയിട്ട് അവിടെ ഇരിക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. കളിച്ചിട്ടുണ്ട് കേട്ടോ, റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ നോക്കി, റൈറ്റ് ബാക്ക് കളിച്ചിട്ടുണ്ട്. അതെ. ഞാൻ അങ്ങനെ എന്തോ വായിച്ച പോലെ തോന്നി. യെസ്, ഇനി ലിവർപൂളിന്റെ എല്ലാം ഐ തിങ്ക് വി കവേർഡ്. 2-3 കാര്യങ്ങൾ വി ഹാവ് ടു ടോക്ക് അബൌട്ട്. വൺ ഇസ് എന്താണ് വിനീഷ്യസ് ജൂനിയർ ടു ആർസണലിനെ കുറിച്ച് വാട്ട് ഡു യു തിങ്ക്? നടക്കുവോ നടക്കില്ലയോ? ഹൗ ഫാർ ഇറ്റ്? ഞാൻ ആർസണൽ പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നത് ദാറ്റ് പേഴ്സണലി ഫ്രം എ ഫുട്ബോൾ ഫാൻ പോയിന്റ് ഓഫ് വ്യൂ ഐഡ് ലൈക്ക് ടു സീ വിനീഷ്യസ് ഇൻ പ്രീമിയർ ലീഗ്. അതിലേക്ക് പോകുന്നതിന് ഒരു മിനിറ്റ് മുന്നേ ലിവർപൂൾ നമ്മൾ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ് ലൈവ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. നമ്മളിപ്പം ആസ് ഓഫ് നൗ എൻഡോ ബാജറ്റ് എല്ലാവരും ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ട്രെയിനിങ് വിത്ത് ടീം. അടി ഉണ്ടാക്കി എന്ന് പറഞ്ഞ കേട്ടസും സ്വഭാവവും അതിൽ തന്നെ ഉണ്ട്. വിനീഷ്യസ് ജൂനിയർ പ്രീമിയർ ലീഗിലേക്ക് വന്നാൽ ഒരു എക്സ് ആർസണൽ ഫാൻ എന്ന രീതിയിൽ സുദീപിന് പറയാനാണ്. എക്സലന്റ് ഇപ്പൊ വയ്യല്ലേ. എന്തായാലും വിനീഷ്യസ് വന്നു കഴിഞ്ഞാൽ അതൊരു സ്റ്റാർ പ്ലെയർ പ്രീമിയർ ലീഗ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു ഹാലൻഡ് പോലെ ഒരു അങ്ങനത്തെ പ്ലെയർ ഇപ്പൊ ലീഗിലില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. അതെ അതെ. അപ്പോ ഇപ്പൊ ഈവൻ FPL എടുത്തു നോക്കിയാൽ കഴിഞ്ഞാൽ കാണാം അതിലൊരു വലിയ ശൂന്യതയാണ്. ഹാലൻഡ് ഉണ്ട്, പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ബ്രൂണോനെ പിടിച്ച് 12.5 ഇട്ടു എന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു പറ്റിയ പ്ലെയർ ഇല്ല ഹാലൻഡിന്റെ ഒപ്പം നിൽക്കാനായിട്ട്. സല ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയി. ഇപ്പൊ വിനീഷ്യസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ഉറപ്പാണ് 14 അല്ലെങ്കിൽ 15 ഒക്കെ ആയിരിക്കും FPL വാല്യൂ. അത്രയും ഹാലൻഡിന്റെ കൂടെ സ്റ്റാർ വാല്യൂല് കട്ടക്ക് നിൽക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും. അതെന്തായാലും പ്രീമിയർ ലീഗിനെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരിക്കും. വീണ്ടും അതില് മറ്റ് പ്ലേയേഴ്സിന് വരാൻ തോന്നും. ഇതുപോലെ സ്റ്റാർ പ്ലേയേഴ്സിന് വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള ഒരു സാധ്യതയൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ആർസണലിനെ സംബന്ധിച്ച് നല്ലതാണ് അവർക്ക്. അതായത് അവർക്ക് അവരുടെ ഒരു മെന്റാലിറ്റി തന്നെ ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഒരു ഡിഫെൻസീവ് മൈൻഡഡ് എന്നുള്ള ഒരു സാധനം കിടക്കുന്നുണ്ട്, സെറ്റ് പീസ് ഓറിയന്റഡ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ വിനീഷ്യസ് വന്ന ഈ കഥയൊക്കെ മാറും. ലോ ബ്ലോക്കുകളെ പൊളിക്കാൻ പിന്നെ അവർക്ക് സെറ്റ് പീസുകളൊന്നും ആവശ്യമില്ല. വിനീഷ്യസിന് തന്നെ ലോ ബ്ലോക്കില് ആ പ്ലേയേഴ്സിനെ അങ്ങോട്ട് ആളുടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്ത് ഒരുപാട് സ്പേസ് അവിടെ ഉണ്ടാക്കാൻ പറ്റും. ആൾ ഓടി ബോക്സിലേക്ക് കയറുമ്പോ തന്നെ അവിടെ സ്പേസ് ഉണ്ടാവും. അപ്പൊ ആ മറ്റേ അറ്റാക്കിംഗ് വൈസും ആർസണലിനും ഭയങ്കര അഡ്വാൻറ്റേജസ് ആണ്. പക്ഷെ കാണാൻ നല്ല രസമായിരിക്കും. എന്തായാലും വിനീഷ്യസ് വരട്ടെ. അർസണലിന് വിനീഷ്യസിന് മേടിച്ചു കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ പോവും? പന്ത് തട്ടാത്ത ഒരു ചോളിസ് എന്ന് പറഞ്ഞൊരു ലെഫ്റ്റ് വിംഗ് ഫോർവേഡിനെ അവര് മേടിച്ചിട്ടുണ്ട്. ഇപ്പോ അല്ല അവര് ഓൾറെഡി മാർട്ടിനെല്ലി പോകും. ട്രൊസാർഡ് പോയില്ലോ. ട്രൊസാർഡ് പോയി ഓൾറെഡി. ഗ്യാപ്പ് ഉണ്ട്, ലെഫ്റ്റിലൊക്കെ ഗ്യാപ്പ് ഉണ്ട്. ട്രൊസാർഡാണ് കൂടുതൽ കളിച്ചിരുന്നത്. അതായത് ഇങ്ങനത്തെ സ്റ്റാർ പ്ലേയേഴ്സ് അവൈലബിൾ ആകുമ്പോ ചെൽസി മിണ്ടാതിരിക്കാറില്ല. പ്രത്യേകിച്ച് അവർക്ക് ഒരു ലെഫ്റ്റ് വിംഗ് ഫോർവേഡ്. അതായത് സംഭവം ഇഷ്യൂ സാബി അലോൺസോ ഇഷ്യൂ വിത്ത് എംബാപ്പയാണ്. വിനീഷ്യസ് ജൂനിയർ ആയിട്ട് വേറെ ഒരു ഇഷ്യൂ ഇല്ല. സാബി അലോൺസോ അവിടെ കോച്ച് ചെയ്ത സ്ഥിതിക്ക് അവര് അവന്മാരെ ഓൾറെഡി ഗർണാച്ചോനെ വിറ്റു. ഇനിയിപ്പോ ഇവരെ മേടിക്കുകയാണെങ്കിൽ ജേമി ഗിറ്റൻസിനെ വിൽക്കും. ഇനി വേറെ ആരെങ്കിലും ലെഫ്റ്റ് വിംഗ് ഫോർവേഡ് ഉണ്ടെങ്കിൽ അവരെയും വിൽക്കും. അവന്മാർ റെഡിയാണ് പൊട്ടിക്കാൻ. കളിപ്പിക്കും. വിങ്ങർ വെച്ച് കളിപ്പിക്കുന്നില്ലല്ലോ വിനീഷ്യസിന്. അങ്ങനെയുള്ള പ്ലേയേഴ്സിന് ആവശ്യമില്ല അലോൺസോക്ക് ആ ഒരു 10 ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സ് രണ്ടുപേരാണ്. അങ്ങനെയാണ് കളിക്കുന്നത്. റോജേഴ്സും അപ്പുറത്ത് പാമറും. അല്ല അങ്ങനെ നോക്കിയിട്ട് അത്രക്ക് ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ടൊന്നും അല്ല ചെൽസി സൈനിങ് ചെയ്യുന്നത്. അതും ആലോചിക്കണം. അവന്മാർക്ക് ഒരു സ്റ്റാർ വാല്യൂ പ്ലെയറിനെ കിട്ടി അവന്മാർ അവിടെ ഉണ്ടാവും. അല്ല പക്ഷെ അവരുടെ സ്ട്രാറ്റജി മാറിയല്ലോ. ഇപ്പൊ അലോൺസോ ആണ് തീരുമാനിക്കണേ ആരാ മേടിക്കണ്ടേന്നുള്ളത്. അങ്ങനെയായി അവരുടെ അത് കഥയൊക്കെ മാറി. കാരണം വെൽബെക്കും ഹെൻഡേഴ്സണും വന്ന തന്നെ ഒരു ഫുട്ബോളിംഗ് സൈനിങ് അല്ലേ, അല്ലാണ്ട് ഒരു പ്രൊജക്ട് സൈനിങ് അല്ലല്ലോ. അതെ ഇപ്പൊ പെട്ടെന്ന് ഒരു 2 കൊല്ലത്തില് മര്യാദയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈനിങ് ആണ്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സിറ്റിക്കാണ്. സിറ്റി മേ എൻറ്റർ ഇൻ ദ ലാസ്റ്റ് മിനിറ്റ് വിനി അല്ലേ, കാരണം അവിടെ സ്പേസ് ഉണ്ട്.
അവിടെ ഉണ്ട്. Space അല്ലെങ്കിൽ ഡൊക്കൂന് അവര് പകരം ഈ ക്യാൻ ബി ദ സ്റ്റാർട്ടർ. ഡൊക്കൂനെ ബാക്കപ്പ് ആയിട്ട് ഇടും. ഡൊക്കൂനെ ബാക്കപ്പ് ആയിട്ട് ഇട്ടും. വിനീഷ്യസ് ആൻഡ് ഹാലൻഡ് ആ ഒരു കോംബോ എന്തായാലും സാധ്യതയുണ്ട് അവിടെ. സിറ്റി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സൈനിങ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ബുവാദിയാണ് അടുത്ത് വരാൻ നിൽക്കുന്നത്. അതെ. ബുവാദി വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഈ സീസണിൽ തന്നെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ റോഡ്രി പോകും. അപ്പോ അങ്ങനെ ഒരു ഗിവൺ ടേക്ക് പോളിസി ആയിട്ട് ഞാൻ കാണുന്നുണ്ട് വിനീഷ്യസ് ജൂനിയറും റോഡ്രിയും. അതായത് ഒരു സ്റ്റാർ ഉള്ളോട്ട് പ്രീമിയർ ലീഗിലോട്ട് വരാന്ന് പറയുമ്പോഴേക്കും ഒരു സ്റ്റാർ പോവാണ്. ബാലൻഡിയോർ വിന്നർ റോഡ്രി. ഇറ്റ്സ് ലോസ് ഓഫ് പ്രീമിയർ ലീഗ് അല്ലേ? തീർച്ചയായും അതിൽ ഡൗട്ട് ഇല്ല. ഐ മീൻ പ്രീമിയർ ലീഗ് എന്നല്ല, ആ ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ തന്നെ റെയർ ആണ്. ലൈക്ക് ഹു ക്യാൻ ഡു എവറിത്തിങ്. അപ്പം അത് കാണാനൊരു സുഖം ഉണ്ടാവില്ല. വെൻ യു നോ ദാറ്റ് റോഡ്രി ഓൺ പീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒറ്റ സാധനം മതി. നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഹാലൻഡ് ഹാലൻഡ് ഗോൾ അടിക്കുന്നുള്ളത്. പക്ഷെ ഹാലൻഡിന്റെ ബാക്കിൽ കളിക്കുന്നവർക്ക് ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി ആണ്. ഓക്കെ, റോഡ്രി അവിടെ ഉണ്ട്, നമുക്ക് അധികം ബാക്കോട്ട് ഇറങ്ങേണ്ടി വരില്ല. ആ ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ടല്ലോ, ആ ഫ്രീഡം ആണ് അവർക്ക് മിസ്സാവാൻ പോകുന്നത്. ഇതിപ്പോ എല്ലാവരുമായിട്ട് ആസ് എ ടീം ഇറങ്ങി ഡിഫെൻഡ് ചെയ്ത് കളിക്കണം എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തും. മറ്റേതാകുമ്പോ യു നോ ദാറ്റ് ദർ ഇസ് സംബഡി ബാക്ക്. ആ ഒരു പ്രൊഫൈൽ മിസ് ആവും ഫോർ ദ എൻറ്റയർ ലീഗ്. ദിസ് ഈസ് വാട്ട് യു ലുക്ക് അപ് ടു എന്നുള്ളത്. അതാണ് ബേസിക്കലി നമ്മൾ ഈ ആഴ്ചത്തെ മെയിൻ പരിപാടികൾ ഇതൊക്കെ ഇത് പക്ഷെ തന്നെയായിരുന്നു. റിയൽ മാഡ്രിഡ് ആണോ PSG ആണോ അറിയില്ല. PSG ഉണ്ട് റോഡ്രിക്ക് വേണ്ടിട്ട്. ഇല്ല, മാഡ്രിഡ് ഓൾമോസ്റ്റ് പ്ലെയറുടെ പ്രിഫറൻസ് സ്വന്തം നാട്ടിൽ പോയി കളിക്കാൻ തന്നെയായിരിക്കും. എന്തായാലും അവിടെ പോയിട്ട് കളിക്കും. സംശയം. പിന്നെ ഞാൻ സംസാരിക്കണം എന്ന് വിചാരിച്ചത് ഫിഫ പുതിയ വേൾഡ് കപ്പ് വിൽക്കാനുള്ള പരിപാടിയായിട്ട് ഇൻഫന്റിനോ വന്നതാണ്. അല്ലെ, സാധാരണ ഈ ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതെന്താ ഈ സംഭവം വിൽക്കാനൊക്കെ പറ്റുമോ, ഇത് വേൾഡ് കപ്പ് അല്ലേ എന്നുള്ളൊരു അങ്ങനെ ഒരു തോട്ടാണ്. അതായത് അവര് ഈ ആലോചിക്കുന്നത് ഈ ഒളിമ്പിക്സും ഫെഡറേഷൻ അങ്ങനെയൊക്കെ സംഭവമില്ലേ, ഇതൊക്കെ വിൽക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഒരു സാധാരണ ഒരു പന്ത് കളി TV കളി മാത്രം കാണുന്ന ആൾക്കാര് ചോദിക്കുന്നത്. ഇതെന്താ അത് വിൽക്കാനോ, എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, എന്താ വേൾഡ് കപ്പ് ഒക്കെ എങ്ങനെ വിൽക്കാൻ പറ്റും, വേറൊരാൾക്ക് മറിച്ച് വിൽക്കാൻ പറ്റും എന്നൊക്കെ അങ്ങനെയാണ് പല ആൾക്കാരുടെ ചോദ്യം. ഹോസ്റ്റ് നേഷൻസിന്റെ സാധനങ്ങൾ തന്നെ വിൽക്കുന്നത് നമ്മൾ കണ്ടുവരികയാണ് ഇപ്പൊ വർഷങ്ങളായിട്ട്. അപ്പൊ അതിന്റെ ഇടയിലാണ് മൊത്തത്തിൽ ഫിഫ തന്നെ വിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് എന്താണ് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു അവസാനം എന്ന് പറയുന്നത് ഇൻഫന്റിനോടെ റെസിഗ്നേഷൻ ആണെന്ന് എന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇതിന് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ എപ്പിസോഡ് ചെയ്യാം. നമ്മളൊരു PSR-നെ കുറിച്ചും FFP-യെ കുറിച്ചും പുതിയ SCR-നെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് സാമ്പത്തിക വിദഗ്ധരും ഇങ്ങനത്തെ ഫിഫ പൊളിറ്റിക്സിലൊക്കെ താല്പര്യ ആൾക്കാർ വരുന്നുണ്ട്. അവരോട് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം. എനിക്ക് തോന്നുന്നത് ഓവറോൾ ദിസ് വീക്ക് ഹാസ് ബീൻ മോർ അബൌട്ട് ഒരു പോസിറ്റീവ് നോട്ടാണ്. ബാർക്കോളയായിട്ട് പോസിറ്റീവ് ലിങ്ക്സ് വന്നു ഒന്നാമത്. രണ്ടാമത്തത് സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ യു ക്യാൻ സി. ഇറയോള ഫുട്ബോളിന്റെ ഒരു ചെറിയൊരു ട്രെയിലർ എന്ന് ഞാൻ പറയുന്നില്ല, ടീസർ നമ്മൾ കണ്ടു. ഒരു ഫസ്റ്റ് ലുക്ക് ട്രെയിലർ വരാൻ പോകുന്നത് മറ്റന്നാള് രാത്രിയാണോ നാളെ രാത്രിയാണോ ദീപ മാച്ച്? സൺഡേ നൈറ്റ് ആണ്. പക്ഷെ സൺഡേ നൈറ്റ് ആണ്. പക്ഷെ അപ്പോഴും ഇറ്റ്സ് ടു ഏർലി ടു സീ ദാറ്റ്. പ്രോബബ്ലി a Monaco game you might see that. നാളെ എനിക്ക് കാണാൻ ആഗ്രഹം ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് ഇസാക്ക് നമ്പർ 9 ഒരു വേർഡ്സ് നമ്പർ 10 കളിക്കുന്നതെന്ന് കാണാൻ ഒരു ആഗ്രഹം. ഇവരൊക്കെ വന്ന സ്ഥിതിക്ക് പിന്നെ ഒരു കളിയില് മറ്റേ റെഡ് ജോൺസിന് അമ്പാൻഡ് കൊടുക്കുമെന്ന് നോക്കണം. പാവം. ന്യൂസ് എന്തായാലും ഈ വീക്ക് ഉണ്ടാവും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. അതും ഒരു വൈസ് ക്യാപ്റ്റൻ അനൗൺസ്മെന്റ് എത്രയും പെട്ടെന്ന് ഇറയോള ചെയ്യണം. എന്നാലേ ഇന്നലെ സോബോ വൈസ് ക്യാപ്റ്റനായി അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഹി വുഡ് ഹാവ് ഹാഡ് മോർ അതോറിറ്റി ടു അതും വിഷമമുണ്ടാവൂലേ അല്ലെ? അതും വിഷമമുണ്ടാവും. കാരണം സോബോസ്ലായി 2 കൊല്ലം 3 കൊല്ലം മുമ്പ് വന്നിട്ട് ആംബാൻഡ് വിട്ടിട്ട് ഇറങ്ങുന്നു, പുതിയ കോൺട്രാക്ട്
ക്ലബിന്റെ സൈറ്റിൽ മൊത്തം ഇതിപ്പോ അടുത്ത ഗെയിം കളിക്കുമ്പോഴേക്കും ചിലപ്പോ ഇനിയിപ്പോ വാൻഡേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ വാൻഡേക്കും കർട്ടീസും ഒന്നിച്ചു ഇറങ്ങും. അപ്പൊ വാൻഡേക്കിനല്ലേ ക്യാപ്റ്റൻസി കിട്ടുള്ളൂ. രണ്ടുപേരും ഒന്നിച്ച് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ക്യാപ്റ്റൻസി ബാൻഡ് ഇടാൻ സാധ്യതയില്ല. അല്ല, എനിക്ക് തോന്നുന്നത് ഒരു കോംപ്രമൈസിൽ ആലിസിന് കൊടുക്കുന്നുണ്ടാവും മിക്കവാറും വൈസ് ക്യാപ്റ്റൻസി. അത് തന്നെ വേറെ പ്രശ്നങ്ങളും ചർച്ചകളൊന്നും വരില്ല. അതായിരിക്കും സാധ്യത. അല്ല, അത് ആലിസിനല്ല, ആ അനൗൺസ്മെന്റ് സോബോസ്ലൈ തന്നെ ആ കോൺട്രാക്ട് ഡിസ്കഷൻ എന്തായാലും അത് പറഞ്ഞിട്ടുണ്ടാവും ലീഡർ ആണ്. അല്ലാണ്ട് അല്ല, ഇത് ശരിക്കും ആം ബാൻഡിന്റെ കാര്യം മാത്രമല്ല, പുള്ളിക്ക് ആ ഒരു ഡിസ്റെസ്പെക്ട് സംഭവം. ഐ എം ഡൺ വിത്ത് ദിസ് ക്ലബ് എന്നൊക്കെയാണ് ലിപ് റീഡേഴ്സ് ഒക്കെ പറയുന്നത്. എനിവേ, കം വാട്ട് എവർ മേ, ഐ ഹോപ്പ് പുള്ളിക്കാണെങ്കിലും ഇന്റർ മിലാനിൽ പോയി അല്ലേ ഒരു ലെറ്റ് ലിവ് ഹിസ് ലൈഫ്. വേറെ ടോപ്പിക്സ് ഒന്നുമില്ല. വി വിൽ ബി ബാക്ക് നെക്സ്റ്റ് വീക്ക് ഫ്രൈഡേ. TRP ഇഗ്നൈറ്റഡ് ഉണ്ടാവും. നാളെ വി വിൽ ഹാവ് നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് ഷോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി നെക്സ്റ്റ് ഷോ ഐ തിങ്ക് ഓൺ മൺഡേ നമ്മുടെ മാച്ച് റിവ്യൂ അല്ലെ സുദീപ്? മൺഡേ അല്ലേ സൺഡേ നൈറ്റ് ആണ്? എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ. മൺഡേ മോർണിംഗ് മാച്ച് ആണെങ്കിൽ മൺഡേ നൈറ്റ് വി വിൽ ഹാവ് എ റിവ്യൂ ഓഫ് ദ ഗെയിം. ആൻഡ് മൺഡേ ഡേ ടൈം മോർണിംഗ് സുദീപിന്റെ പുതിയ ഷോ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഈ ഫ്രണ്ട്ലീസിന്റെ റിസൾട്ട്സും ഈ കർട്ടിസ് ജോൺസ് ഇഷ്യൂ, ഫിഫയെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ ന്യൂസ് എന്നുള്ളത് സുദീപ് പറയും. അത് കഴിഞ്ഞ് പോസ്റ്റ് മാച്ച് റിവ്യൂ വിൽ ബി ദെയർ ആൻഡ് വിൽ ബി ബാക്ക് വിത്ത് എ ട്രാൻസ്ഫർ ഷോ ഹോപ്പ്ഫുള്ളി ഓൺ ട്യൂസ്ഡേ. അതിനിടയ്ക്ക് എന്തെങ്കിലും ബാർക്കോള കർട്ടിസ് എന്ന ന്യൂസ് ഉണ്ടെങ്കിലും റെഡ് അലേർട്ട് ആയിട്ട് നമ്മളുണ്ടാവും. സോ സബ്സ്ക്രൈബ് വിത്ത് ദ ചാനൽ, ഫോളോ, എന്താണ് ബെൽ ഐക്കൺ എന്തൊക്കെ ഞെക്കിക്കോളി. വിൽ ബി with you throughout the season and we'll be building up to the season. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഓഗസ്റ്റ് എന്നാണ് പ്രീമിയർ ലീഗ് തുടങ്ങണേ? 22nd ഓഗസ്റ്റ് 22nd പ്രീമിയർ ലീഗ് തുടങ്ങുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് വിൽ ബി ബിൽഡിംഗ് അപ്പ് ടുവേർഡ്സ് ദ സീസൺ. there will be നമ്മൾ വേൾഡ് കപ്പിൽ ചെയ്ത പോലെ there will be shows about top 4 battle, relegation battle. we'll also cover non-premier league as well. അതന്നെ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. So stay tuned. Thank you so much. Barcola Budan.